നമസ്കാരം. ഏരിയ സമ്മേളനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ CPM-ൽ അഭൂതപൂർവമായ പ്രതിവിപ്ലവം. ഇന്നലെ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മംഗലപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയെ CPM പുറത്താക്കും. ഒരു അനുനയവും വേണ്ടെന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. പത്തനംതിട്ടയിൽ കൊടുമൺ ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തകരുടെ വിമർശനം. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ സമാന്തര പാർട്ടി ഓഫീസ് തുറന്നു. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. ഇങ്ങനെ ഈ സമ്മേളന കാലത്ത് CPM-ൽ സംഭവിക്കുന്നത് എന്ത് എന്നാണ് ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ശ്രീ NM പിയേഴ്സൺ, രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ, ശ്രീ VP ശ്രീപത്മനാഭൻ BJP, ശ്രീ N ശ്രീകുമാർ കോൺഗ്രസ് സഹയാത്രികൻ എന്നിവർ. ആദ്യം ശ്രീ NM പിയേഴ്സൺ. ഉൾപാർട്ടി ജനാധിപത്യമുള്ള ഒരു പാർട്ടിയാണ് CPM. അത് മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കപ്പെട്ട ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് സമ്മേളനങ്ങൾ, സ്വയം വിമർശനം, ചർച്ച ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. പക്ഷേ അത് പൊതുരംഗത്തെ, പൊതുനിരത്തിലെ വിഴുപ്പലക്കലായി മാറുന്നത് അഭൂതപൂർവമാണ്. ഇപ്പോൾ ഏരിയ സമ്മേളനങ്ങൾ തുടങ്ങിയ ഘട്ടത്തിൽ നമ്മൾ അത് കാണുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇതൊരു ശുദ്ധീകരണ പ്രക്രിയയാണോ അതോ ഒരു പാർട്ടിക്ക് സംഭവിക്കുന്ന അപഭ്രംശത്തിന്റെ സൂചനയാണോ? ഏരിയ സമ്മേളന കാലം എന്ന് പറയുന്നത് കുറച്ചുകൂടി ജനാധിപത്യപരമായി സഹാക്കൾ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമായിട്ടാണ് നമ്മളതിനെ കണക്കാക്കേണ്ടത്. ഇപ്പോൾ മുൻപ് എല്ലാ വിഷയങ്ങളും പ്രത്യയശാസ്ത്രപരമായി ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ചേരിതിരിവുകളൊക്കെ രൂപപ്പെടുക സ്വാഭാവികമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെയാണ് വിഭാഗീയതയായിട്ട് നമ്മളൊക്കെ വായിക്കുകയും ചർച്ച നടത്തുകയൊക്കെ ചെയ്തിരുന്നത്. അത് പ്രത്യയശാസ്ത്രപരമായി രണ്ട് ചേരികളായി നിന്ന് രണ്ട് ആശയങ്ങൾക്ക് വേണ്ടി നടത്തിയിരുന്നതായിട്ടുള്ള യുദ്ധങ്ങളായിരുന്നു. ആത്യന്തികമായി അതിൻ്റെ അന്തർധാര പലപ്പോഴും അധികാര സംബന്ധമായിരിക്കാം, അങ്ങനെ ആയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടി സഹാക്കൾക്ക്, പ്രത്യേകിച്ച് നിരവധി വർഷം പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുകയും പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന വ്യക്തികൾ അവരുടെ അധികാരം നഷ്ടപ്പെടുന്ന മുഹൂർത്തത്തിൽ തന്നെ അവർ പാർട്ടിയെ തള്ളിപ്പറയാൻ പറ്റുന്ന തരത്തിലേക്ക് പാകപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് പ്രത്യയശാസ്ത്രപരമായിട്ട് അവരെ പാകപ്പെടുത്തിയെടുക്കുന്നതിൽ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന പരാജയമായിട്ടാണ് കണക്കാക്കേണ്ടത്. കാരണം ഒരു പാർട്ടിയിലേക്ക് ഒരാൾ വരുന്ന സമയത്ത് അദ്ദേഹത്തെ പാർട്ടി സഖാവാക്കി മാറ്റിയെടുക്കുന്ന നിരന്തരമായ നിരവധി പ്രക്രിയകളും പ്രവർത്തനങ്ങളുണ്ട്. ആ നിരന്തര പ്രവർത്തനങ്ങളിലൂടെയും പ്രക്രിയകളിലേക്ക് കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾക്കനുസൃതമായിട്ടുള്ള രീതിയിൽ അയാളെ പാകപ്പെടുത്തുക, അയാളെ രൂപപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടക്കണം. അത് നടക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡിസിപ്ലിൻ അനുസരിച്ചും അതിൻ്റെ പ്രത്യയശാസ്ത്രം അനുസരിച്ചും പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറിത്തീരുക. എന്നാൽ അതിൽ നിന്ന് നമ്മൾ ഈ അടുത്ത കാലത്ത് സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും പരിശോധിച്ചാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അത്രയേറെ ഗുണമേന്മയില്ലാത്ത തരത്തിൽ കേഡർമാർ മാറിത്തീരുന്നു എന്ന കാഴ്ച നമുക്ക് കാണാം. അത് കേഡർമാരിൽ മാത്രമല്ല നേതാക്കളിലും പ്രതിഫലിക്കുന്നുണ്ട് എന്നത് സമൂഹത്തിന്റെ പരിച്ഛേദമാണല്ലോ പാർട്ടി. അപ്പോൾ സമൂഹത്തിലെ എല്ലാ വശങ്ങളും സ്വാഭാവികമായും പാർട്ടിയിൽ പ്രതിഫലിക്കും എന്നുള്ളത് നമ്മൾ കാണേണ്ടതല്ലേ? അക്കാര്യത്തിൽ സമൂഹം ഒരു ഭാഗത്ത് നിൽക്കുകയും അതിൽ നിന്ന് തികച്ചും വ്യതിരിക്തമായി ശുദ്ധീകരിക്കപ്പെട്ട നിലയിൽ ഒരു പാർട്ടി ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളത് അസംഭവ്യമല്ലേ? ഇവിടെ എൻ്റെ ചോദ്യം, ഇപ്പോൾ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രക്രിയ നല്ലതിനാണോ അതോ ഇതിൻ്റെ കെട്ടുമുറിയുന്നതാണോ എന്നുള്ളതാണ്. ചിലർ ചൂണ്ടിക്കാണിക്കുന്നു സമ്മേളനത്തിനുള്ള അജണ്ട കുറിപ്പുകളിൽ തന്നെ നിശ്ചിതമായ വിമർശനം പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം എടുക്കണം എന്ന് നിർദ്ദേശമുണ്ട് എന്ന്. അപ്പോൾ നേതൃത്വം ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന വിമർശനങ്ങൾ, ശരിയായ വിമർശനങ്ങൾ ഉയരുകയും ആ വിമർശനങ്ങൾക്ക് അനുസൃതമായി നടപടികൾ ഉണ്ടാവുകയും പുറത്തു പോകേണ്ട ആളുകൾ പുറത്തു പോവുകയും പുതുതായി വരേണ്ട ആളുകൾ വരികയും ചെയ്യുന്ന ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണോ? അല്ല, അങ്ങനെ നടക്കുന്നതാണ്, അല്ലെങ്കിൽ നടക്കേണ്ടതാണ്. നമുക്കിതിനകത്ത് പ്രതീക്ഷ വെച്ച് പുലർത്താനായിട്ടുള്ള ഒരു കാര്യം, നമ്മൾ ഒരു സമ്മേളനത്തെ വിലയിരുത്തുന്ന സമയത്ത് ആ സമ്മേളനം കൊണ്ട് പാർട്ടിക്കും അതേപോലെ തന്നെ പൊതുസമൂഹത്തിനും ഉണ്ടാകുന്ന ഗുണങ്ങളെന്ത്, ദോഷങ്ങളെന്ത് എന്നുള്ളത് കൃത്യമായിട്ട് ചർച്ച ചെയ്യുക. അതാണ് പൊളിറ്റിക്കൽ അനാലിസിസ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്കകത്ത് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള ആളുകൾ പാർട്ടിക്കകത്ത് നിൽക്കുകയും പാർട്ടി വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളെ നിശിതമായിട്ട് വിമർശിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്കെതിരെ വിമർശനം ഉയരുകയും അവർ പാർട്ടിക്ക് പുറത്തു പോകേണ്ടവരാണെങ്കിൽ പുറത്തു പോവുകയും ചെയ്യുക എന്ന് പറയുന്നത് നല്ല വശമാണ്. പക്ഷേ അങ്ങനെയല്ലല്ലോ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാറില്ല എന്നുള്ളതാണ്. കാരണം പാർട്ടിയുടെ വിമർശനത്തിൻ്റെയും സ്വയം വിമർശനത്തിൻ്റെയും സാധ്യതകളെ
ഉപയോഗിച്ചുകൊണ്ട് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്ന സമയത്ത് അത് പ്രസ്ഥാനത്തിന് നല്ല വശമുണ്ടാക്കുകയും ഗുണമുണ്ടാക്കുകയും ചെയ്യും. പിന്നെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് പാർട്ടി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുത്തത് അന്നത്തെ അക്കാലത്തെ സമൂഹത്തിൻ്റെ പരിച്ഛേദം വെച്ചിട്ടാണ് ആയിരുന്നില്ല. കാരണം അന്നത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യ വഴി നടക്കാനായിട്ട് സ്വാതന്ത്ര്യമില്ലാത്ത, മനുഷ്യനെ കയറി കിടക്കാനായിട്ട് ഇടമില്ലാത്ത, കൂരയില്ലാത്ത, മനുഷ്യന് മനുഷ്യനായിട്ട് ജീവിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമില്ലാത്ത ഘട്ടമാണ്. അതാണ് അന്നത്തെ സമൂഹം. ആ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമായിരുന്നോ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? അല്ല. അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ സമൂഹത്തെ തിരുത്തുന്നതിന് വേണ്ടിയിട്ട് രൂപപ്പെട്ട ഒരു തിരുത്തൽ പ്രസ്ഥാനമായിരുന്നോ? അങ്ങനെയാണ് അത് വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറിത്തീരുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് എന്ന് അവർ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അവരൊരു ക്ലബ്ബായി മാറിയെന്നാണ് അർത്ഥം, അവരൊരു അസോസിയേഷനായി മാറിയെന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ഒരു റെസിഡൻറ്റ് അസോസിയേഷനായി മാറിയെന്നാണ്. അതൊക്കെയാണ് സമൂഹത്തിൻ്റെ പരിച്ഛേദങ്ങളെന്ന്. പാർട്ടി അങ്ങനെയല്ല. പാർട്ടി രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനങ്ങളെ മാറ്റുക. മാർക്സിസത്തിൻ്റെ അടിസ്ഥാന തത്വശാസ്ത്രം പോലും അങ്ങനെയാണല്ലോ. മാർക്സ് തന്നെ പറഞ്ഞത് എന്താണ്? ഇതുവരെയുള്ള തത്വജ്ഞാനികൾ ഈ ലോകത്തെ വ്യാഖ്യാനിക്കുക മാത്രമായി ചെയ്തിട്ടുള്ളത്. നമ്മളുടെ ജോലി എന്ന് പറയുന്നത് വ്യാഖ്യാനിക്കലല്ല, മാറ്റലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് പരിച്ഛേദം ആണ് ഇത് എന്ന് ഏതെങ്കിലും സഹോ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം മാർക്സിസത്തിൻ്റെ അടിസ്ഥാന തത്വത്തിനെതിരായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വാദങ്ങൾക്ക് ഒരു പ്രസക്തിയുമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. സമൂഹത്തിൽ പലതരത്തിലുള്ള തെറ്റുകളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകും, അപഭ്രംശങ്ങളുണ്ടാകും. അതൊക്കെ പാർട്ടിയുടെ ഭാഗമാണ് എന്ന് സ്ഥാപിക്കലല്ല പാർട്ടിയുടെ നേതൃത്വത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. അതിനെ തിരുത്തുന്നതിന് വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി. അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ട പ്രവർത്തകരാണ് ഈ പാർട്ടിയിൽ ഉണ്ടാവേണ്ടത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളും അത്തരത്തിൽ പ്രവർത്തിക്കേണ്ടവരാണ്. അതിന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നേതൃത്വം പ്രവർത്തിക്കുകയും സഹാക്കൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്, ഒരു സംക്രമണ കാലം. അതിലാണ് ഇപ്പോൾ നമ്മൾ ഈ സമ്മേളനത്തിൻ്റെ ഇത്തരത്തിലുള്ള തെരുവോര കാഴ്ചകളെ വായിച്ചെടുക്കേണ്ടത്. തീർച്ചയായും ഇതിൽ അങ്ങനെ ഒരു പ്രക്രിയ ഉണ്ട് എന്ന് താങ്കൾ നിരീക്ഷിക്കുമ്പോൾ എൻ ശ്രീകുമാർ, കോൺഗ്രസ് അടക്കമുള്ള മറ്റ് പാർട്ടികൾ ഇതിൽ നിന്ന് കാണേണ്ടത് എന്താണ്? CPM-ന്റെ സംഘടനാ സംവിധാനങ്ങൾ അതിൻ്റെ വ്യവസ്ഥാപിതമായ നിലയിൽ മുന്നോട്ട് പോകുന്നു. ഏരിയ സമ്മേളനങ്ങളിൽ എത്തി നിൽക്കുന്നു. ജില്ലാ സമ്മേളനങ്ങൾ ഈ മാസം തന്നെ ആരംഭിക്കുകയും ചെയ്യും. മുൻകാലങ്ങളിൽ നമ്മൾ ശ്രേണീകൃതമായ വിഭാഗീയത കണ്ടിട്ടുണ്ട്. VS പക്ഷമെന്നും പിണറായി പക്ഷമെന്നും ചേരിതിരിഞ്ഞു നിന്ന കാലം, CITU പക്ഷമെന്നും VS പക്ഷമെന്നും ചേരിതിരിഞ്ഞു നിന്ന കാലം. ഇത് താഴെ തൊട്ട് മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ വ്യാപിച്ചിട്ടുള്ള വിഭാഗീയതയായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയില്ല. മറിച്ച് ഘടകങ്ങളിൽ, അതിപ്പോൾ ലോക്കൽ കമ്മിറ്റി ആവട്ടെ, ഏരിയ കമ്മിറ്റികളിലാവട്ടെ, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും തുറന്ന പൊട്ടിത്തെറിക്ക് വഴിവെക്കുന്നത് നമ്മൾ ഈ സമീപകാലത്ത് കണ്ടു. അത് അത്ര പതിവില്ലാത്തതാണ്. അതാണ് ഈ സമ്മേളനത്തിൻ്റെ പുതുമ എന്നാണ് എനിക്ക് തോന്നുന്നത്. CPM-ലെ വിഭാഗീയത കുറയുകയും ഈ സമ്മേളനങ്ങൾ യഥാർത്ഥത്തിലുള്ള സ്വയം വിമർശന പ്രക്രിയയ്ക്ക് വേദിയാവുകയും ചെയ്യുകയാണോ? നോക്കൂ അഭിലാഷേ, ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും കാണേണ്ടത് അടിസ്ഥാന വിഭാഗം, അതായത് CPM-ൻ്റെ അടിത്തറയാണ് ഇപ്പോൾ ഇളകിക്കൊണ്ടിരിക്കുന്നത്. 60 വർഷത്തെ പാർട്ടി ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണിത്. 100% ആദ്യത്തെ സംഭവമാണിത്. നേതൃത്വത്തിന് ഇങ്ങനെ വിഭാഗീയതയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അടിത്തറ ഇളകുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസ് ഒരിക്കലും ഇതിൽ സന്തോഷിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം CPM വിട്ട പലരും പിന്നെ പോകാൻ ആഗ്രഹിക്കുന്ന പാർട്ടി BJP ആണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ അധികാരം ഒരു ആകർഷകമായതുകൊണ്ടായിരിക്കാം അങ്ങനെ ചിന്തിക്കുന്നതെന്ന് പാർട്ടിയുമായി ബന്ധപ്പെട്ടവർ പറയുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാർട്ടിയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ ക്ലാസ് എടുക്കുന്ന നേതാക്കൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക കേരളത്തിൽ നമ്മുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണെന്നാണ്. അപ്പോൾ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ് എന്ന് പാർട്ടി നേതാക്കൾ പഠിപ്പിച്ചിരിക്കെ ആ പഠനം ശരിയാണെന്ന് തെളിയിക്കുന്നതല്ലേ CPM ഇട്ടിട്ട് എല്ലാവരും BJP-യിലേക്കല്ലേ പോകുന്നത്? ആരും കോൺഗ്രസ്സിലേക്ക് വരുന്നില്ല. കാരണം എന്താണ്? അത് കോൺഗ്രസിനോട് ഇഷ്ടം കുറവല്ല. കാരണം പാർട്ടി പഠിപ്പിച്ചത് കേരളത്തിൽ നമ്മുടെ ഒന്നാമത്തെ ശത്രു കോൺഗ്രസ് ആണ്. അല്ലെങ്കിൽ ഇന്ന് നോക്കൂ നിങ്ങൾ, CPM-ൻ്റെ പ്രമുഖ നേതാക്കളൊക്കെ പറയുന്നൊരു പേര് BJP എന്നാണ്. അതിലൊരു കാര്യം പാർട്ടി നേതാക്കൾ പറയുന്നത് ശരിയായിരിക്കാം, അവർക്ക് ഭരണമുണ്ട് BJP-ക്ക്, അതൊരു ആകർഷകമായിരിക്കാം. പക്ഷേ 2 കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം, പണ്ട് നേതൃതലത്തിൽ ഗ്രൂപ്പിസം, വിഭാഗീയത എന്നവർ പറയുന്നത്, ഗ്രൂപ്പിസം ഉണ്ടായിരുന്ന സമയത്ത് ആ 2 ഗ്രൂപ്പുകളുടെ നേതാക്കൾക്ക് അവരുടെ അണികളിൽ സ്വാധീനമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു ഗ്രൂപ്പില്ല. ഏകപക്ഷീയമായ ഒരു ഏകശിലാവാദം എന്നൊക്കെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് ഇന്നിപ്പോൾ ശരിയായിരിക്കുകയാണ്. കാരണം അവിടെ ആരും ഗ്രൂപ്പില്ല. അപ്പോൾ അണികളെ നിയന്ത്രിക്കാൻ ഒരു ഗ്രൂപ്പിലും കഴിയാത്തൊരവസ്ഥ വരുന്നു. അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥയിൽ സത്യസന്ധരമായ നേതാക്കൾ ഇല്ലാത്തതും അതിൻ്റെ ഒപ്പം തന്നെ നേതാക്കൾ പറയുന്നത് അന്ധമായി വിശ്വസിക്കാൻ തങ്ങൾക്ക് കഴിയില്ല, തങ്ങൾ അതിന് തയ്യാറല്ല എന്ന് ചിന്തിക്കുന്നതുമായ ഒരു വിഭാഗമുണ്ട്. അതാണ് ഇന്നത്തെ അണികൾ.
അങ്ങനെ അന്ധമായി ഞങ്ങൾ നിങ്ങളെ പിന്തുടരുന്നില്ല. കാരണം നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചതല്ല പ്രാവർത്തികമാക്കുന്നത്. നിങ്ങൾക്കൊരു ഏകീകൃത സ്വഭാവമില്ല, നിങ്ങൾക്കൊരു ഏകീകൃത നയമില്ല. ഒരു വിഷയത്തെ തന്നെ നിങ്ങളുടെ പല നേതാക്കൾ പലതായി പറയുന്നു. അവസാനത്തെ പാലക്കാട്ട് മാത്രം നമ്മൾ എടുക്കാം. അപ്പോൾ ഇത്തരമൊരവസ്ഥയിൽ അണികൾ ഇളകിയിരിക്കുകയാണ്. അണികൾ ഇളകിയാൽ അതിൻ്റെ അർത്ഥം അടിത്തറ തകർന്നു എന്നുള്ളതാണ്. അടിത്തറ തകർന്നാൽ പിന്നെ പാർട്ടിയിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ ഈ തകർച്ച കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾ BJP-യിലേക്ക് പോകൂ എന്നൊരു സന്ദേശം പാർട്ടി രഹസ്യമായി നൽകിയിട്ടുണ്ടോ എന്ന് തോന്നൽ അവിടെ ഉദിക്കുന്നത് കൊണ്ടാണ് കോൺഗ്രസ് അങ്ങനെ ചിന്തിക്കുന്നത്. അടിത്തട്ടിൽ ഉണ്ടായിട്ടുള്ള ഭൂകമ്പമാണിത് എന്നാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്. ഓക്കെ, റെജു ലൂക്കോസ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, CPM ഒരു സുഘടിതമായ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ നിന്ന് ഒരു രാഷ്ട്രീയ ആൾക്കൂട്ടമായി മാറിയോ എന്നുള്ളതാണ്. നോക്കൂ, ഇപ്പോൾ തിരുവനന്തപുരത്ത് മംഗലപുരം ഏരിയ കമ്മിറ്റിയിലാണ് പ്രശ്നമുണ്ടായത്. ഏരിയ സെക്രട്ടറി ആയിരുന്ന ആൾ സമ്മേളനത്തിൽ ബഹിഷ്കരിച്ച് പുറത്തു വരികയും ജില്ലാ സെക്രട്ടറിക്കെതിരെ സാമ്പത്തിക ആരോപണം അടക്കം ഉന്നയിക്കുകയും ചെയ്തത്. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തുമാകും, BJP-യിലോ കോൺഗ്രസിലോ DMK-യിലോ ഏത് പാർട്ടിയിൽ വേണമെങ്കിലും ചേരാമെന്ന് അദ്ദേഹം പരസ്യമായി ഇന്ന് പറയുന്നത് നമ്മൾ കേട്ടു. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് ഒരു നേരം ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് ഞാൻ BJP-യിൽ ചേരാൻ പോവുകയാണെന്ന് പറയാൻ പറ്റുക എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. രണ്ടാമത്തെ നോക്കൂ, ഇതിപ്പോൾ ജില്ലാ സെക്രട്ടറിയുടെ സ്വന്തം ഏരിയ, വി ജോയുടെ സ്വന്തം ഏരിയയിലാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതെങ്കിൽ പാലക്കാട് കൊഴിഞ്ഞാമ്പാറ നോക്കൂ, അത് അവിടുത്തെ ജില്ലാ സെക്രട്ടറിയുടെ, പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ എൻ സുരേഷ് ബാബുവിന്റെ സ്വന്തം ഏരിയയാണ് ചിറ്റൂർ. അവിടുത്തെ ഏരിയയിലാണ് കൊഴിഞ്ഞാമ്പാറയിൽ വലിയ വിഭാഗം വരുന്ന നിരവധി ബ്രാഞ്ച് സെക്രട്ടറിമാർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ സ്വന്തമായിട്ട് സമാന്തരമായി പാർട്ടി ഓഫീസ് വരെ പ്രഖ്യാപിച്ച് പാർട്ടി ഓഫീസിന് പേരുമിട്ടു, അവിടെ പാർട്ടി പതാക ഉയർത്തിയിരിക്കുന്നത് നമ്മൾ കണ്ടു. ഇത് നമ്മൾ മുമ്പ് CPM-ൽ കാണാത്തതാണ്. അപ്പൊ ഇതൊരു ആൾക്കൂട്ടമായി മാറിയോ? അഭിലാഷേ, നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത എന്ന് പറയുന്നത്, ഇപ്പം ഇവിടെ ശ്രീകുമാർ സാറും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട PSും ഒക്കെ ഇവിടെ അവരുടേതായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തി. ഇപ്പോൾ ചെറിയ ഇത്തരം ചലനങ്ങൾ CPM-ൽ ഉണ്ടായതിനെ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ ചർച്ചയ്ക്കെടുക്കുന്നത്, ഇത്രയ്ക്ക് വാർത്തകൾ ഉണ്ടാകുന്നു. അതേസമയം അപ്പുറത്ത് BJP-യിൽ ആഭ്യന്തര കലാപങ്ങൾ തന്നെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള നമുക്കറിയാമല്ലോ, അത് കാലങ്ങളായിട്ട് തന്നെ അങ്ങനെ ഛിന്നഭിന്നമായിക്കൊണ്ടിരിക്കുകയാണ്. CPM-നെ സംബന്ധിച്ച് ആദ്യമല്ല, ഇത്തരം 5 ലക്ഷം അംഗങ്ങൾ അടങ്ങുന്ന ഒരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. CPM-ന് 36,000-ഓളം ബ്രാഞ്ച് കമ്മിറ്റികളുണ്ട്. ആ ബ്രാഞ്ച് സമ്മേളനങ്ങളെല്ലാം പൂർത്തീകരിച്ച്, ലോക്കൽ സമ്മേളനം പൂർത്തീകരിച്ച് ഏരിയ സമ്മേളനത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എവിടെയെങ്കിലും 1-2 ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ആരെങ്കിലും പുറത്തു വന്ന് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ അത് CPM-ന്റെ അടിത്തറ തകരുന്നുള്ള വ്യാഖ്യാനം തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ വക്രീകരണമായിട്ടുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമ്മുടെ ഒഞ്ചിയത്ത് നടന്ന സംഭവം എന്താണ്? വർഷങ്ങൾക്ക് മുമ്പ് ഒഞ്ചിയത്ത് നടന്നത് എന്താണ്? ഒഞ്ചിയത്ത് നടന്നത് പാർട്ടിയിൽ നിന്ന് ഇതുപോലെ തന്നെ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ഒരു വിഭാഗം കൊണ്ട് മാറി അവിടെ വലിയ രീതിയിലുള്ള, ഇപ്പൊ നമുക്ക് MLA വരെ ഉണ്ട് അവിടെ. പാർട്ടിയിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ മാറിയിട്ട് TP ചന്ദ്രശേഖരനും സഖാക്കളും നാളെ BJP-യിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ച് BJP പോയി ചേർന്നിട്ടില്ല. അവർ കമ്മ്യൂണിസ്റ്റുകളായി നിലകൊള്ളുകയാണ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ഇന്ന് ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന ആൾക്ക് ഏരിയ സമ്മേളനത്തിൽ 5 വോട്ട് കുറഞ്ഞത് കിട്ടിയാൽ നാളെ പോയി BJP-യിൽ ചേരാം എന്ന് ചിന്തിക്കാൻ കഴിയുന്ന വിധത്തിലേക്കുള്ള രാഷ്ട്രീയ ബോധത്തിലെ മാറ്റം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് കൗതുകകരം. അല്ല, 2 സ്വാർത്ഥപതിയായിട്ടുള്ളവർ, ഒരാൾ പാർട്ടി നടപടി സ്വീകരിച്ച് ഗാർഹിക പീഡനത്തിന് വേണ്ടി പാർട്ടി പുറത്താക്കി പിന്നീട് കേവലം മാസങ്ങൾക്ക് മുമ്പ് മെമ്പർഷിപ്പ് കൊടുത്തൊരു വ്യക്തി, ആ മനുഷ്യൻ അതിനകത്ത് നിന്ന് മാറി അതിന് രഹസ്യമായിട്ട് BJP-ആയിട്ട് കൂടിക്കാഴ്ച കണ്ട് അദ്ദേഹത്തിന്റെ ലക്ഷ്യങ്ങൾ വേറെയാണെന്നുള്ളവരും അദ്ദേഹത്തിന്റെ വാക്കിലൂടെ വന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള 1-2 പേരെ, ഇപ്പം മംഗലപുരം ഏരിയ സെക്രട്ടറിയുടെ കഥ എന്താ? ഇന്നലെ മാധ്യമങ്ങളിൽ നമ്മളെല്ലാം ചർച്ച ചെയ്തില്ല, ഞാൻ ചർച്ച പങ്കെടുത്തിട്ടുണ്ടായിരുന്നു 2-3 ചാനലിൽ. അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹത്തിന് ഒരു പ്രത്യേകിച്ചുള്ളവരെ ആശയപരമായിട്ടുള്ള ഭിന്നിപ്പ് അതിനകത്തില്ല. അദ്ദേഹം 3-ാം വട്ടം ഏരിയ സെക്രട്ടറി ആകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോരുക. അതേ ഒരു ചാനൽ എന്നോട്, ഞാനിരുന്ന ചാനലിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ BJP-ആയിട്ട് കോൺഗ്രസ്സുകാരൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം കോൺഗ്രസിലേക്കാണോ BJP-യിലേക്കാണെന്ന് ഇപ്പോഴും പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്നത് അദ്ദേഹം കോൺഗ്രസ് ചേരുന്നതാണ് ബ്രേക്കിംഗ് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ പോലെ 1-2 വ്യക്തികൾ BJP-യിലേക്ക് പോകുന്നത് അക്കരപ്പച്ച നേടുന്നവരാ. അതാണ് ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞത്. 5 ലക്ഷം അംഗങ്ങൾ അടങ്ങുന്ന 36,000-ഓളം ബ്രാഞ്ച് കമ്മിറ്റികളിൽ ഒരു പ്രശ്നമില്ലാതെ നടന്നൊരു പാർട്ടിയിൽ 1-2 വ്യക്തികൾ സ്വാർത്ഥതയുടെ പേരിൽ അവരെന്തെങ്കിലുമൊക്കെ അക്കരപ്പച്ച തേടി പുറത്തേക്ക് പോകുന്നതിന്റെ പേരിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ പാർട്ടിനെ BJP-യിലേക്ക് ഒഴുക്കുക, അല്ലെ BJP-യിലേക്ക് നേരെ ചാടിപ്പോണെന്നൊക്കെ പറയുന്നത്? അതൊരു വളരെ അതിശയോക്തി നടന്ന ഒരു മറുപടിയല്ലേ? ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. അതേസമയം BJP-യിൽ നിന്ന് RSS-ലേക്ക് ഈ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് CPM-ലേക്ക് അനുഭാവികളായിട്ട് ഒഴുകിയെത്തുന്നവരുടെ ലിസ്റ്റ് ഞാൻ അങ്ങോട്ട് പറയാം. ഇപ്പോൾ OK വാസു, അപ്പോൾ സുധീഷ് ബിന്നി, ഇവരൊക്കെ ആരായിരുന്നു കണ്ണൂരിലത്തെ ഈ പറഞ്ഞ RSS-ന്റെ BJP-യുടെ ജില്ലാ പ്രസിഡന്റ് സഹിതമുള്ളവരാണ് വന്നിരിക്കുന്നത്. അവർ ഈ പാർട്ടിയായിട്ട് ആശയപരമായ രീതിയിൽ
നമ്മുടെ സംസാരം കേട്ടാൽ വൈരുദ്ധ്യമായ രീതിയിലുള്ള ഒരു പ്രവൃത്തിയും തോന്നുന്നു. പക്ഷെ അവർക്ക് മനസ്സിലായി, അവർ തള്ളി പറഞ്ഞു സത്യസന്ധമായ രീതിയിലുള്ള മതേതരത്തെ എന്നാണെന്നുള്ളവരും ഞങ്ങൾക്ക് ബോധ്യം, ഞങ്ങളൊരു റോങ് പാർട്ടിയിലായിരുന്നു അല്ലെ ഒരു റോങ് പ്രസ്ഥാനത്തിലാന്ന് പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് ആളുകൾ ഈ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. 1.5 പതിറ്റാണ്ട് മുമ്പാണ് OK വാസുമാഷ് BJP-യുമായി തെറ്റുന്നത്. താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. അത് തെറ്റിയത് അവിടുത്തെ ഒരു പ്രാദേശിക വിഷയത്തിലാണ്, രാഷ്ട്രീയമായ പ്രത്യയശാസ്ത്രപരമായ ഭിന്നതകളുടെ പേരിലല്ല. അന്നത്തെ നേതൃത്വവുമായി ചില വിഷയങ്ങളിൽ ഉണ്ടായിട്ടുള്ള എതിർപ്പ്, ചില ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചു. അതല്ലാതെ ഒരു തരത്തിലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഡിഫറൻസേ ആയിരുന്നില്ല. അങ്ങനെ BJP-യുമായിട്ട് ഉടക്കി വാസുമാഷ് ചെയ്തെന്താ അറിയോ? ഞാൻ BJP-യുടെ പ്രത്യയശാസ്ത്രം എനിക്ക് ജീവനുള്ള കാലം വരെ മറക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനൊരു പുതിയ സംഘടന രൂപീകരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രൂപീകരിച്ച സംഘടനയുടെ പേരാണ് നമോ വിചാർ മഞ്ച്, നരേന്ദ്രമോദി വിചാർ മഞ്ച്. അങ്ങനെ നമോ വിചാർ മഞ്ച് രൂപീകരിച്ച് അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം CPM-ൽ ചേർന്നത്. അതല്ലാതെ ഇവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് രാഷ്ട്രീയ മാറ്റം സംഭവിച്ചവരാണ്, തെറ്റുതിരുത്തിയവരാണ്, പരിണാമം സംഭവിച്ചവരാണെന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. എല്ലാ രാഷ്ട്രീയ കൂടുമാറ്റങ്ങളും ഇങ്ങനെ തന്നെയാണ്. സ്ഥാനങ്ങൾ കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉടക്കം അവിടെ ഇവിടെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നുമ്പോഴാണ് മറുകണ്ഠം ചാടുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ശരിയുടെ പ്രശ്നം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അങ്ങനെ അസംഭവ്യമാണത്. അല്ല, അത് പിന്നെ അഭിലാഷ് അങ്ങനെ വിചാരിക്കാൻ പറ്റത്തില്ല. കാരണം OK വാസുഭാഷയുടെയും ബിന്നിയുടെയും വീഡിയോകൾ ഞാൻ അങ്ങോട്ട് രണ്ടുതവണ അയച്ചു തരാം. എന്തുകൊണ്ടാണ് തങ്ങൾ ഈ RSS എന്ന് പറയുന്ന അല്ലെ BJP എന്ന് പറയുന്ന വർഗീയ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് ഞങ്ങൾ മോചിതരായത് എന്താണെന്നുള്ളവരും അവർ വിശദീകരിക്കുന്ന വീഡിയോകൾ ഇപ്പോഴും യൂട്യൂബിൽ നിറയെ കിട്ടുന്നുണ്ട്. CPM-ലേക്ക് വന്നപ്പോൾ അല്ലാതെ ഇപ്പൊ CPM-ൽ വന്നിട്ട് പിന്നെ BJP-യുടെ ആശയം പറഞ്ഞു. അതുപോലെയല്ലേ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ പോയിട്ട് സോഷ്യലിസം പറയുന്നത്? ഇതൊക്കെ ഒരുപോലെയാണെന്ന്. അല്ലല്ല, അതെങ്ങനെയാ ഒരുപോലെ ആകുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും നേരെ കോൺഗ്രസിലേക്ക് പോയാൽ പറയുന്നോ? അവരെ നിങ്ങൾ തെറ്റായി വായിക്കുന്ന അവരുടെ ആശയങ്ങൾ അവരെന്തുകൊണ്ടാണ് ഈ വർഗീയ ഫാസിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് മാറി മതേതര പുരോഗമന കാഴ്ചപ്പാടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ടിയ മാർക്സിസ്റ്റ് ചേർന്നതെന്നുള്ളവരും അവർ വിശദീകരിക്കുന്ന നിരവധി വീഡിയോകൾ കൂടെ ഉണ്ട്. അതാണ് ആശയപരമായ മാറ്റം എന്ന് പറയുന്നത്. അതേസമയം മംഗലപുരം പിന്നെ ഏരിയ സെക്രട്ടറി മധുവും ഈ പറയുന്ന പിന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലപ്പുഴയിലെ കുതികാൽപട്ടി നടത്തുന്ന പോലെ അല്ല അവരൊക്കെ വന്നത്. അപ്പൊ നിങ്ങൾ അത് കാണുന്നില്ല. ആശയപരമായ രീതിയിലുള്ള പിന്നെ എന്താ പറയാ മാറ്റവും ആ പുരോഗമന ആശയങ്ങളും നേടിയെടുക്കുകയും ചെയ്യുന്നവര് ഈ CPM-ലെ പോലുള്ള ഇടതുപക്ഷത്തേക്ക് ആകർഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പാർട്ടി തകർന്നുകൊണ്ടാണോ? ഈ പാർട്ടിയുടെ ആശയം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടല്ലേ? CPM-ന്റെ ആത്മവിശ്വാസം ആവട്ടെ. എല്ലാ പാർട്ടികളും അങ്ങനെ തന്നെയാണെന്ന് പറയുന്നത് സ്വാഭാവികമായും അതാത് പാർട്ടികൾക്ക് അവകാശവാദം ഉന്നയിക്കാം. ശ്രീ VP ശ്രീപത്മനാഭൻ, നോക്കൂ, ഇപ്പോൾ ബിപിൻ സി ബാബു BJP-യിലേക്ക് വന്നു. ഇപ്പോൾ മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന വ്യക്തി ശ്രീ മധു മുല്ലശ്ശേരി BJP-യുമായും ചർച്ച നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം എന്തായാലും തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. വേണമെങ്കിൽ അദ്ദേഹം BJP-യെയും സ്വീകരിക്കും. ഇപ്പോൾ CPM-ന്റെ സംഘടനാ സംവിധാനങ്ങളും അതുപോലെ സമ്മേളനങ്ങളും ഒക്കെ നടക്കും. ചില ആളുകൾക്ക് അതിരഭിപ്രായം ഉണ്ടാകും, അതിൽ അസ്വസ്ഥരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പോൾ ഇവരെയൊക്കെ ചാക്കിട്ട് പിടിക്കുക എന്നുള്ള നിലയിലേക്ക് BJP അടക്കമുള്ള പാർട്ടികൾ മാറിയോ? അല്ല, ഇതിൽ ചാക്കിട്ട് പിടുത്തത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അഭിലാഷൻ, ഞാൻ എൻ്റെ ഓർമ്മ എൻ്റെ കോളേജ് കാലഘട്ടത്തിലേക്കൊക്കെ പോവുകയാണ്. കാരണം അന്ന് 90-കൾക്ക് മുമ്പ് ലോകത്തിൻ്റെ 1/3 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭരണത്തിൻ്റെ കീഴിലായിരുന്നു. നമ്മളൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴാണ് അത് നമ്മുടെ കൺമുന്നിൽ വെച്ച് ഇങ്ങനെ തകർന്ന് തരിപ്പണമായി വീണ് ചാമ്പലായിപ്പോയത്. അതിനുശേഷം ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങളിൽ അതിശക്തമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഒരു 80-കളിലൊക്കെ ബംഗാളിലെ ആവർത്തിച്ച് നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ, അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേടുന്ന വിജയം, അത് ഇന്ത്യയിൽ ഒരു പാർട്ടിക്കും സാധിക്കാത്ത രീതിയിൽ അവർക്കത് കൊണ്ടു നടക്കാൻ സാധിക്കുന്നത്. പണ്ട് പല സംസ്ഥാനങ്ങളിലും പ്രതിപക്ഷമില്ലാത്ത കാലത്ത് കോൺഗ്രസ്സുകാർ ചില ഏകപക്ഷീയമായ വിജയങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയല്ല. അവർ പശ്ചിമ ബംഗാളിൽ, ത്രിപുരയിലൊക്കെ അവിടെ പണ്ട് ഭരിച്ചിരുന്ന കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ഭരണം പിടിച്ചടക്കിയിട്ടാണ് 2-3 പതിറ്റാണ്ട് ഭരിച്ചത്. ഈ പാർട്ടി ഇന്ന് അവിടെയൊക്കെ എന്താ സ്ഥിതി? ഈ ബംഗാളിൽ ഇന്ന് പാർട്ടി ഉണ്ടോ? പാർട്ടിക്ക് പ്രവർത്തനമുണ്ടോ? പാർട്ടി ആഫീസുകൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം വരെ പശ്ചിമ ബംഗാളിലുണ്ട്. ചില സ്ഥലത്തൊക്കെ പാർട്ടി ആഫീസ് തന്നെ വേറെ പാർട്ടിക്കാർ പെയിൻ്റ് അടിച്ച് മാറ്റി. കാരണം ആ പ്രദേശത്തെ എല്ലാ പാർട്ടിക്കാരും വേറെ പാർട്ടി പോയിട്ട് ആ പെയിൻ്റ് അടിച്ച് മാറ്റിയ കഥ വരെ നമ്മൾ കേട്ടിട്ടുണ്ട്.
ത്രിപുരയിലും സ്ഥിതി വ്യത്യസ്തമല്ല. അപ്പോൾ ഇത് ലോകം മുഴുവൻ നടന്നതല്ലേ? ഇതിപ്പോൾ എന്താ കേരളത്തിൽ നടക്കുമ്പോൾ മാത്രം ഒരു അത്ഭുതം? ഇതിലൊരു അത്ഭുതമില്ല. ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായിരുന്ന രാഷ്ട്രങ്ങളിലൊക്കെ ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല. പല നേതാക്കന്മാരെയും ഒക്കെ അവിടുത്തെ ആളുകൾ കൈകാര്യം ചെയ്തതൊക്കെ നമ്മൾ അന്ന് 90കളിൽ കണ്ടതാണ്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇന്ത്യയിലും ആ പാർട്ടി ഇന്ന് ഇല്ലാണ്ടായി. ആകെ ഇത് അവശേഷിക്കുന്നത് ഇപ്പോൾ കേരളത്തിലാണ്. ഈ പാർട്ടി ഇപ്പോൾ നിലനിൽക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ എല്ലാതരം കോംപ്രമൈസുകളും ചെയ്തു കഴിഞ്ഞു. ഇനി ആരുമായിട്ടും കോംപ്രമൈസ് ചെയ്യാനില്ല. ഇസ്ലാമിക ഭീകരവാദ ശക്തികളായി കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുമായി അല്ലെങ്കിൽ സാമുദായിക സംഘടനകളുമായി കോംപ്രമൈസ് ചെയ്തിട്ടുണ്ട്. ഇവർ പണ്ട് എതിർത്തിരുന്ന മുതലാളിമാരെന്ന് പറഞ്ഞിരുന്ന എന്താ പറയുക മൂലധന ശക്തികളെന്ന് പറഞ്ഞിരുന്നവരൊക്കെ ആയിട്ട് കോംപ്രമൈസ് ആയിട്ടുണ്ട്. പോട്ടെ, നെഹ്റുവിന് ശേഷം EMS എന്നാണ് ഇവർ പറഞ്ഞത്. ആ കോൺഗ്രസ് ആണ് ഇന്ത്യയുടെ എല്ലാ കുഴപ്പത്തിനും കാരണമെന്നാണ് ഇവർ പറഞ്ഞത്. കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ എല്ലാ പിന്നോക്കാവസ്ഥയ്ക്കും ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനും ഇന്ത്യയുടെ വികസന ഇല്ലായ്മയ്ക്കും കാരണമെന്ന് പറഞ്ഞ ഇവർ ഇന്ന് കോൺഗ്രസുമായി കോംപ്രമൈസ് ചെയ്തു എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ മടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കോംപ്രമൈസ് ചെയ്ത് കേരളത്തിൽ ഭരണമുണ്ട്. അത് ചിലപ്പോൾ 26-നും കിട്ടിയേക്കാം. കാരണം വളരെ ബ്യൂട്ടിഫുള്ളായി രാഷ്ട്രീയം കളിച്ച് കോംപ്രമൈസ് ചെയ്ത് വിവിധ സാമുദായിക ജാതി മത സംഘടനകളെയൊക്കെ കൂടെ നിർത്തി, ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ കൂടെ നിർത്തി കാര്യങ്ങൾ വൃത്തിയിലും ഭംഗിയിലും ചെയ്യാൻ, മാനേജ്മെൻറ്റ് ചെയ്യാൻ ശേഷിയുള്ള ആളുകൾക്ക് ഭരണത്തിലൊക്കെ തുടരാൻ പറ്റും. അതുകൊണ്ട് ഞാൻ 26-ൽ ഇവരങ്ങ് പൊളിഞ്ഞു പോകുന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ പാർട്ടി ഇനിയും ചില തെരഞ്ഞെടുപ്പിലൊക്കെ ജയിച്ചേക്കാം. പക്ഷേ കോംപ്രമൈസ് ചെയ്ത് ഈ പാർട്ടി ഞങ്ങളൊക്കെ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ പോലും പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്നുമൊക്കെ എത്രയോ വ്യത്യസ്തപ്പെട്ട് കഴിഞ്ഞു. പണ്ടത്തെ കാര്യം ഞാൻ പറയുന്നില്ല. പണ്ട് 50കളിലോ 60കളിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യമല്ല, അതിന് മുമ്പത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു 30 വർഷം മുന്നേ പറഞ്ഞ കാര്യങ്ങൾ പോലും ഇന്ന് മറന്നു കഴിഞ്ഞു. അപ്പോൾ കോംപ്രമൈസ് ചെയ്ത് അവരുടെ പ്രത്യയശാസ്ത്രത്തിൽ പണ്ടാരോ പറഞ്ഞിട്ടുണ്ട്, വെള്ളം കലക്കി ഇപ്പോൾ ആ വെള്ളമേ ഉള്ളൂ, അതിന് നേരത്തെ ഉണ്ടായിരുന്ന ദ്രാവകം ഇല്ല, അത് തീർന്നു, അത് പോയി. അപ്പോൾ അത്രത്തോളം കോംപ്രമൈസ്ഡായ, അത്രത്തോളം എല്ലാവിധ എന്താ പറയുക, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പിന്തിരിപ്പൻ ശക്തികളായിട്ടും അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രതിലോമ ശക്തികളായിട്ടും ഇങ്ങനെ കുറേ വാക്കുകൾ കേരളത്തിൽ സംഭാവന ചെയ്ത മഹാന്മാരാണ് ഇവർ. അവരൊക്കെയായി കോംപ്രമൈസ് ആയി കഴിഞ്ഞു. അബ്ദുൾ നാസർ മദനി മുതൽ കേരളത്തിലെ ചെറിയ ജാതി സംഘടനകളുടെ നേതാക്കന്മാർ വരെ ഇവർ കോംപ്രമൈസ്ഡാണ്. അതുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചേ പറ്റൂ. ലോകം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇല്ലാണ്ടായതുപോലെ ഈ സാധനവും കേരളത്തിൽ ഇല്ലാണ്ടാവും. പിന്നെ ജനാധിപത്യ പ്രക്രിയ ആയതുകൊണ്ട് ഇപ്പോൾ സോവിയറ്റ് യൂണിയനിൽ സംഭവിച്ച പോലെ ഒരു ദിവസം രാവിലെ ഒന്നും ഇല്ലാണ്ടാവില്ല. അവിടെ ഒരു ദിവസം രാവിലെയാണ് ഇല്ലാണ്ടായത്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ജനാധിപത്യ പ്രക്രിയ ആകുമ്പോൾ 5 കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കണം. ഒരു തെരഞ്ഞെടുപ്പിൽ തോൽക്കും. ഇപ്പോൾ ബംഗാളിൽ അങ്ങനെയാണല്ലോ സംഭവിച്ചത്. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു, 40-ലധികം സീറ്റ് കിട്ടി. അടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ അതിനും താഴോട്ട് പോയി, പിന്നെ അത് 0 അങ്ങനെ പതുക്കെ ജനാധിപത്യ പ്രക്രിയയിലൂടെ തന്നെ ഈ പാർട്ടി ഇന്ത്യയിൽ ഇല്ലാണ്ടാവും. അതിനിപ്പോൾ BJP കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റേതേ പാർട്ടീനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമല്ല. പിന്നെ ആ പാർട്ടിയിലുള്ള ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റാവുന്ന ആൾക്കാരെയൊക്കെ ഞങ്ങൾ സ്വീകരിക്കും. അതിപ്പോൾ ആ പാർട്ടിയിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിലെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ആളുകളെയൊക്കെ ഞങ്ങൾ സ്വീകരിക്കും. ഇനി ഞങ്ങളെ പാർട്ടി വിട്ട് ആർക്കെങ്കിലും പോകണമെങ്കിൽ അതും പോവാം, അതിന് വിരോധമൊന്നുമില്ല. അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗം. EMS നമ്പൂതിരിപ്പാട് പറഞ്ഞിട്ടുണ്ടല്ലോ, അഭിപ്രായം ഇരുമ്പോലൊക്കെ അല്ലാന്ന്. അതുകൊണ്ട് പാർട്ടി മാറുന്നതൊന്നും വലിയ തെറ്റല്ല. പാർട്ടിയൊക്കെ മാറാന്ന്. മാധവറാവ് സിന്ധ്യ ജനസംഘത്തിലും രാജ്മാതാ വിജയരാജ് സിന്ധ്യ കോൺഗ്രസിനുമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ രാജ്മാതാ വിജയരാജ് സിന്ധ്യ ഇങ്ങോട്ട് വന്നു, മാധവറാവ് സിന്ധ്യ അങ്ങോട്ടും പോയി. ഇപ്പോൾ മാധവറാവ് സിന്ധ്യയുടെ മകൻ BJPയിലാണ്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ സാധാരണയാണ്. ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. കേരളത്തിൽ തന്നെ പലരും അങ്ങോട്ട് പോയി പിന്നെ ഇങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അതിനൊന്നും തെറ്റില്ല. അതൊക്കെ പൊളിറ്റിക്സിൽ കക്ഷി രാഷ്ട്രീയമുള്ള പാർട്ടി പൊളിറ്റിക്സുള്ള പാർലമെൻ്ററി ജനാധിപത്യമുള്ള രാജ്യത്ത് അതിലൊന്നും ഒരു തെറ്റുമില്ല. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പേരിടുന്ന പ്രശ്നം ഇതിൻ്റെ ആളുകളെ ചാക്കിട്ട് പിടിക്കാൻ വേറെ ആൾക്കാർ നടക്കുന്നതല്ല. ഇവർ പറഞ്ഞിരുന്നതിൽ നിന്നൊക്കെ ഇവർ പരിപൂർണമായി മാറിക്കഴിഞ്ഞു. ഇവരുടെ അച്ചടിച്ച് വെച്ച പുസ്തകങ്ങളിൽ പറഞ്ഞ കാര്യവും ഇവർ രാജ്യത്ത് നടപ്പിലാക്കുന്ന കാര്യവും തമ്മിൽ, അല്ലെങ്കിൽ ഇവർ പ്രവർത്തിക്കുന്ന കാര്യവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. അതിന് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം. NM പിയേഴ്സൺ അങ്ങനെ ഇപ്പോൾ
ആഗോള വ്യാപകമായി കമ്മ്യൂണിസത്തിന് ശോഷണം സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരമുണ്ടായിരുന്ന 2 സംസ്ഥാനങ്ങളിൽ, കേരളം ഒഴികെയുള്ള എല്ലായിടത്തും വലിയ തോതിലുള്ള ശോഷണത്തെ നേരിട്ടു. അങ്ങനെ സ്വാഭാവികമായി നടക്കുന്ന ഒരു ശൈഥില്യം, പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കും ആ സംഘടനാ ചട്ടക്കൂടിന്റെ തകർച്ചയുമാണോ കേരളത്തിലും പ്രതീക്ഷിക്കേണ്ടത്? അതിന്റെ സൂചനകളാണോ ഈ സമ്മേളനത്തിലുള്ളത്? എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, അങ്ങനെ കാര്യങ്ങൾ കാണുന്നതിൽ അപകടമില്ല. കാണുന്ന ആളുകളുടെ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ കാര്യങ്ങളെല്ലാം വ്യാഖ്യാനിക്കപ്പെടുക. ഇപ്പം നമ്മളെന്തിനാ ഇന്ന് ചർച്ചയ്ക്ക് ഈ വിഷയം എടുക്കാനായിട്ടുള്ള കാരണം, CPM ഇവിടെ കേരളത്തിൽ വളരെ പ്രസക്തമായിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ഈ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നതുകൊണ്ട് മാത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ CPMൻ്റെ സമ്മേളനം നടക്കുന്ന സമയത്ത് അതിൽ വഴിയോരത്ത് വഴക്കൂടുകയും അങ്ങോട്ടും ഇങ്ങോട്ടും പുലഭ്യം പറയുകയും അതിൻ്റെ സമാനമായിട്ടുള്ള പ്രക്രിയകളൊക്കെ നടക്കുകയും ചെയ്യുന്ന സമയത്ത് ഈ പാർട്ടിക്ക് എന്ത് പറ്റി എന്ന് പറയുന്ന ചോദ്യം ഉയർത്താനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഇത് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തിൽ അപ്രസക്തമായ ഒന്നായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അത് സ്വീകരിക്കപ്പെടേണ്ടതാണോ അതേപോലെ തുടരേണ്ടതാണോ എന്നൊക്കെ വളരെ വിശദമായിട്ടുള്ള ചർച്ചകൾക്ക് വിധേയമാക്കേണ്ട വിഷയമാണ്. അതിപ്പോൾ നമ്മളിരുന്ന് പത്മനാഭ മാഷുമായിട്ടിരുന്ന് സംസാരിച്ചിട്ട് കാര്യമില്ലാത്ത ഒരു കാര്യമാണ്. അത് മാത്രമല്ല, BJP എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ മാത്രമുള്ള ഒരു പാർട്ടിയാണ്, ഹിന്ദുക്കൾക്ക് മാത്രമുള്ള ഒരു പാർട്ടിയാണ്, ഹിന്ദുക്കൾ തീരുമാനിക്കുന്ന ഒരു പാർട്ടിയാണ്, അല്ലെങ്കിൽ ഹിന്ദുത്വം കൊണ്ടുവരുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ അവരൊരിക്കൽ പോലും ആഗോള വ്യാപകമായി രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിൽ ഒരു പ്രസക്തിയുമില്ല എന്ന് കരുതുന്ന ഒരാളാണ്. അവർക്ക് ഹിന്ദുക്കളെക്കുറിച്ച് സംസാരിക്കാം, ഹിന്ദുത്വത്തെക്കുറിച്ച് സംസാരിക്കാം, അതിൽ കുഴപ്പമില്ല. കമ്മ്യൂണിസ്റ്റ് ആശയം എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതും ശരിയാണ്. അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് ശരിയാണ്, ലോകത്ത് ഏതാണ്ട് ഒട്ടുമിക്ക രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് ഭരണമുണ്ടായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനുള്ള ചില കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങൾ എന്ന് പറയുന്നത് ലോകത്ത് നിലനിന്നിരുന്ന അതിശക്തമായിട്ടുള്ള അനീതിയായിരുന്നു, അസമത്വമായിരുന്നു. വ്യവസായ വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് സംഭവിച്ച വലിയ തരത്തിലുള്ള സാമ്പത്തിക കെടുതികൾ, ദുരിതങ്ങൾ, കഷ്ടപ്പാടുകൾ, തൊഴിലാളി വർഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മനുഷ്യയാണെന്ന് പറയുന്ന തരത്തിലുള്ള അംഗീകാരം പോലും ലഭ്യമല്ലാതിരുന്ന കാലത്ത് അവരെ മനുഷ്യരാക്കുന്നതിന് വേണ്ടിയിട്ട്, മനുഷ്യൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ഉയർത്തപ്പെട്ടതായിട്ടുള്ള ഒരു പാർട്ടി, ഒരാശയം എന്ന നിലക്കാണ് അത് ലോകത്ത് ഇത്ര വ്യാപകമായിട്ട് ഉയർന്നു വന്ന് ഒട്ടുമിക്ക രാജ്യങ്ങളിലും അതിൻ്റെ അധികാരം അതിന് സ്ഥാപിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞത് ആ പ്രത്യാശയുടെ അടിസ്ഥാനത്തിലാണ്. BJPക്ക് എന്തായാലും അത്തരത്തിലുള്ള ഒരു സാധ്യത ഒരു ആഗോളതലത്തിൽ ചർച്ചയ്ക്ക് പ്രസക്തിയില്ലാത്തൊരു കാര്യമാണ്. കാരണം അവർ ഹിന്ദുക്കൾക്ക് അപ്പുറം ഒന്നിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ഹിന്ദുക്കളുള്ളിടത്ത് മാത്രമാണ് സ്വാഭാവികമായിട്ടും ആ പാർട്ടിക്ക് ആ കാര്യങ്ങൾ പറയാനായിട്ട് കഴിയുള്ളൂ. അവരുടെ ബദ്ധശത്രുവായിരിക്കാം മാർക്സിസവും അതുപോലെ കമ്മ്യൂണിസവും ഒക്കെ. പക്ഷേ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതായത് ഒരു പാർട്ടിയുടെ ഏരിയ സമ്മേളനം നടക്കുന്ന സമയത്ത് അതിൽ സഹാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നു. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? നേരത്തെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിരുന്നില്ലല്ലോ എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിന് വ്യത്യസ്തമായിട്ട് സമൂഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിന് മാറ്റങ്ങളുണ്ടായിരുന്നു. ആ മാറ്റങ്ങളെ അഭിസംബോധന ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാകപ്പെടാതെ പോയതുകൊണ്ടാണ്, അതിന് കഴിയാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ തെരുവോരത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നതാണ് നമ്മൾ പൊതുവെ ചർച്ചയ്ക്ക് വെക്കുന്നൊരു വിഷയമെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് ആ പാർട്ടി ഇക്കാലങ്ങളിലൂടെ നേടിയെടുത്തിരിക്കുന്നതായിട്ടുള്ള അതിൻ്റെ നല്ല വശങ്ങളും അതിൻ്റെ ചീത്ത വശങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അത് ചർച്ചയ്ക്ക് പ്രസക്തമായി തീരുന്നത്. ഈ നല്ലതും ചീത്തയുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ സംഘടന സംവിധാനത്തിനും അതേപോലെ അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള സാധ്യതകൾക്കും എന്തെല്ലാം കോട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ടാണ് അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനാണ് ഈ സമ്മേളനകാലം നടക്കുന്നത് എന്ന ചർച്ചയ്ക്കാണ് വളരെ പ്രസക്തിയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കേരളത്തിൽ കുറേ കാലങ്ങളോളം ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. കുറേ കാലങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും നമുക്ക് ഹിന്ദുത്വ പാർട്ടിയെക്കുറിച്ച് വളരെ ഗൗരവപൂർവ്വം ഇതേപോലെ ചർച്ച ചെയ്യാനായിട്ട് കഴിയുള്ളൂ. കുറേ കാലം മിക്കവാറും തന്നെ പോകേണ്ടി വരും. പത്മനാഭ മാഷ് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട്, കേരളത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം എന്ന് പറയുന്നത് രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ 1950 വരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി 39 ശേഷം രൂപപ്പെട്ട 50 വരെയും കേരളത്തിൽ പ്രവർത്തിച്ച കേരളത്തിൻ്റെ സമഗ്രമായിട്ടുള്ള സ്ട്രക്ചറിനെ ഇടിച്ച് തകർത്ത് മനുഷ്യത്വത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ആ ഭാഗമായിട്ട് തന്നെയാണ്
ലോകത്താദ്യമായിട്ട് കേരളത്തിൽ ജനാധിപത്യ സംവിധാനങ്ങളുടെ അടിസ്ഥാനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വന്ന ആ പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ അധികാരവും പാർട്ടിയും പാർട്ടി കൊണ്ടുവരുന്നതായിട്ടുള്ള പ്രത്യയശാസ്ത്രവും തമ്മിൽ നടക്കുന്ന സംഘർഷങ്ങൾ സ്വാഭാവികമായിട്ടും പലതരത്തിലുള്ള കുഴപ്പങ്ങളിലേക്കോ അല്ലെങ്കിൽ അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ പരിഗണിക്കുകയും പരിശോധിക്കുകയും ചെയ്ത് അതിന് പരിഹാരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതികൾക്കാണ് പ്രാധാന്യങ്ങൾ. ഇവിടെ സംഭവിച്ചത് നിരന്തരമായിട്ടുള്ള ഭരണത്തിലേക്ക് വരുന്ന സമയത്ത് ഭരണത്തിൻ്റെ അസ്കിതകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അധികാരത്തിൻ്റെ ആർത്തികൾ ധാർഷ്ട്യങ്ങൾ അതൊക്കെ ആ പാർട്ടിയെ ബാധിക്കുമ്പോൾ ആ പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതായിട്ടുള്ള ദുരന്തങ്ങൾ അതിന് വളരെ പെട്ടെന്ന് ഒരു ഇടവേള എടുത്തതിന് ശേഷം ഞാൻ മടങ്ങിയെത്താം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീകുമാർ, നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇതിപ്പോ കേവല സമ്മേളന കാലം മാത്രമല്ല, ഒരു വർഷത്തിനകം ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് കേരളത്തിൽ. 1.5 വർഷത്തിനകം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ 2 തെരഞ്ഞെടുപ്പുകളും ദിശാസൂചികകളായിരിക്കും. കാരണം കേരളത്തിൽ നിലവിലുള്ള ബൈപോളാർ രാഷ്ട്രീയം, ഇരുധ്രുവ രാഷ്ട്രീയം അതേപടി നിലനിൽക്കുകയല്ല ഇപ്പോൾ. അതുകൊണ്ട് ഓരോ 5 കൊല്ലവും കൂടുമ്പോൾ ഭരണം മാറി വേറൊരു പാർട്ടി വരും, അതിനുശേഷം അടുത്ത കൊല്ലം അടുത്ത ആളുകൾക്ക് ചാൻസ് എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ച് ഈ സമ്മേളന കാലയളവിൽ അവരുടെ പാർട്ടി സംഘടനയെ സുശക്തമായി കെട്ടിപ്പടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലെ വീക്ക് ലിങ്കുകൾ ഏതാണോ അതിനെ കളയുക, ഏത് വിധേനയും അവരെ പുറത്താക്കുക അല്ലെങ്കിൽ പുറത്തു നിർത്തുക, ജനങ്ങൾക്ക് സ്വീകാര്യരായ ആളുകളെ കൊണ്ട് പാർട്ടി കെട്ടിപ്പടുക്കുക, അതനുസരിച്ചിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് ഒരു വെൽ ഓയിൽഡ് മെഷീനറി എന്നൊക്കെ പറയുന്ന വിധത്തിൽ ഒരു സംഘടനാ ചട്ടക്കൂടിനെ സജ്ജമാക്കാനുള്ള ഒരു പരിശ്രമം എന്നുള്ള നിലയിൽ കൂടി ഈ സമ്മേളനത്തെ കണ്ടാൽ ഇപ്പോൾ ഉണ്ടാവുന്ന ചർച്ചയോ ഇപ്പോൾ റോഡിൽ ഉണ്ടാവുന്ന പ്രകടനമോ ഒന്നും ആയിരിക്കില്ല, മറിച്ച് ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നുള്ളതായിരിക്കും പ്രധാനം എന്നുള്ളതാണെങ്കിലോ? നോക്കൂ അഭിലാഷേ, ഈ പ്രാദേശിക തലത്തിലെ പ്രാദേശിക നേതാക്കളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. അവർക്ക് പാർട്ടി ശുദ്ധീകരിക്കാനാവില്ലല്ലോ. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഉന്നത നേതാക്കൾ മധ്യനിര നേതാക്കളുടെ അഴിമതി കണ്ടില്ല എന്നടിക്കുകയാണ്. അതായത് തുടർഭരണം കിട്ടിയപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, ഇത് പാർട്ടിയെ നശിപ്പിക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ നശീകരണ പ്രക്രിയ തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മധ്യനിരയിലുള്ള നേതാക്കളുടെ അഴിമതി വർദ്ധിച്ചു വരികയല്ലേ. ബ്രാഞ്ച് സെക്രട്ടറിമാർ ഭരിക്കുന്നു, അതിന് മുകളിലുള്ളവർ ഭരിക്കുന്നു, എല്ലാവരും ഇന്ന് ഭരണക്കാരാണ്. അപ്പോൾ അങ്ങനെ ഭരണക്കാരായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത പ്രവർത്തകർക്കിടയിലും അണികൾക്കിടയിലും ഉണ്ട്. അതൊരു പ്രത്യയശാസ്ത്രപരവുമില്ല. കാരണം ആശയപരമായ ഒരു സമരവും ഇന്ന് ഈ പാർട്ടി നടക്കുന്നില്ല. ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞല്ലോ ആ പാർട്ടിയും ആശയം എന്നൊക്കെ. എന്ത് ആശയമുള്ളത്? ഞാൻ പറയട്ടെ, ഞാൻ ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. അഴീക്കോടൻ രാഘവൻ കൊല ചെയ്യപ്പെട്ട ശേഷം അന്ന് CPM പറഞ്ഞിരുന്നത് CUC കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി സെൻറ്റർ എന്ന ആര്യൻ ഗ്രൂപ്പാണ് അതിൻ്റെ പിന്നിലെന്നാണ്. അക്കാലത്ത് അരയക്കണ്ടി അച്യുതനും KPR ഗോപാലിനും AV ആര്യനൊക്കെ ആയിരുന്നു നേതാക്കൾ. അവരൊക്കെ മരിച്ചുപോയി. അതിനുശേഷം ഇപ്പോൾ പാർട്ടി പത്രത്തിൽ സെപ്റ്റംബർ 23 അഴീക്കോടൻ്റെ ചരമദിനത്തിൽ അവർ ലേഖനം എഴുതുമ്പോൾ അവർ കോൺഗ്രസിനെയാണ് കുറ്റപ്പെടുത്തുന്നത്. കോൺഗ്രസ് ആണ് ഇതിന് പിന്നിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, ആ കമ്മ്യൂണിസ്റ്റ് യൂണിറ്റി സെൻറ്റർ അന്ന് ശക്തമായിരുന്നു. അരയക്കണ്ടി അച്യുതനായാലും KPR ഗോപാലനായാലും അന്ന് ശക്തരായിരുന്നു. ഇന്നിപ്പോൾ ആരുമില്ല. അപ്പോൾ ഇന്ന് കോൺഗ്രസിനെ എതിർക്കണം. അപ്പോൾ നേരെ അത് കോൺഗ്രസിലേക്ക് തിരിച്ചു വെച്ചു. ഇതാരും പെട്ടെന്ന് മനസ്സിലാക്കില്ല. പക്ഷേ ഇത് പാർട്ടി പ്രവർത്തകർ ക്ലാസ്സിൽ പോയവർ മനസ്സിലാക്കും. പഴയ കാലത്ത് പാർട്ടി ക്ലാസ്സുകളിൽ പാർട്ടി ഭരണഘടനയും പാർട്ടിയുടെ ചില പുസ്തകങ്ങളും വായിച്ചിട്ടാണ് ചർച്ചയ്ക്ക് പോവുക. ഇന്നതല്ലല്ലോ. ഇന്ന് പാർട്ടി ക്ലാസ് ഇല്ലല്ലോ. MV ഗോവിന്ദ മാഷ് തത്വങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അഭിലാഷേ. പ്രാദേശിക തലത്തിൽ അവർ പറയുന്ന കാര്യം എന്താണ്? അവരുടെ മുകളിലുള്ള നേതാവിൻ്റെ അഴിമതിയാണ്. ആ അഴിമതിക്കാരനെ അല്ലെങ്കിൽ അതിൽ എല്ലാം ഉണ്ട്, ലൈംഗിക വിഷയങ്ങളുണ്ട്, അശ്ലീലമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഈ പാർട്ടി ഇത്രയും കാലം കൊണ്ടുവന്നതൊക്കെ പ്രവർത്തകർ ഇപ്പോൾ തിരിച്ചെടുക്കുകയാണ്. കാരണം അശ്ലീലം ആയുധമാക്കിയില്ലേ ഒരു ഘട്ടത്തിൽ പാർട്ടി, ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ നുണയെ ആയുധമാക്കിയില്ലേ ഒരു ഘട്ടത്തിൽ പാർട്ടി. അങ്ങനെ ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ പോലും നുണയല്ലേ അവർ ആയുധമാക്കിയത്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അണികൾക്ക് മടുത്തു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരൊതുക്കപ്പെടുന്നു. ആരാണോ പാർട്ടിയിലേക്ക് വരുന്നത് അവർക്ക് ഉന്നത സ്ഥാനം കൊടുക്കുന്നു. അത് ആരാണെന്നൊന്നും നോട്ടമില്ല. വെള്ളം കോരിയും വിറക് വെട്ടിയും പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരെ മാറ്റി നിർത്തുന്നു. എന്നിട്ട് ഇടനിലക്കാരായ നേതാക്കൾ സമ്പന്നന്മാരാകുന്നു. ആ സമ്പന്നത ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും മുകളിലുള്ളവർ കണ്ണടയ്ക്കുന്നു. ഇതൊക്കെയാണ് പാർട്ടിയിലെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇത് പിടികിട്ടാത്തൊരവസ്ഥയെത്തിയപ്പോൾ അണികളിൽ ആശയക്കുഴപ്പമുണ്ടായി. ആശയക്കുഴപ്പമുണ്ടായപ്പോൾ അവർ രംഗത്തിറങ്ങി. അങ്ങനെ രംഗത്തിറങ്ങുമ്പോൾ എന്ത് ശുദ്ധീകരണം നടക്കുക? ഒരു ശുദ്ധീകരണം നടക്കില്ല. അതിൽ ആരാണോ പുറത്തേക്ക് പോകേണ്ടത് അവർ പുറത്തു പോകും, അല്ലാത്തവർ നിഷ്പക്ഷരാകും. ഇപ്പോൾ തന്നെ അഭിലാഷ് നോക്കൂ, ഈ തുടർ ഭരണകാലത്തിൽ CPM-ലെ ഒരുപാട് പേർ നിശബ്ദരായിട്ടുണ്ട്.
നമ്മൾ മനസ്സിലാക്കണമെന്ന് ഒരുപാട് അധ്യാപക ശ്രേഷ്ഠന്മാർ, ഒരുപാട് സഹയാത്രികന്മാർ, ഒരുപാട് സാംസ്കാരിക പ്രതിഭകൾ, ഇവരൊക്കെ ഒന്നുകിൽ വിമർശകരോ അല്ലെങ്കിൽ നിഷ്പക്ഷരോ ആയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കണ്ടു മനസ്സിലാക്കാമല്ലോ. പിന്നെ ഇപ്പോൾ ക്ലാസ് ഉണ്ടോ പാർട്ടിക്ക്? ക്ലാസ് അല്ലല്ലോ. ഇപ്പോൾ എന്തെങ്കിലും ഗ്രൂപ്പ് ഉണ്ടാക്കി എന്താണ് കടന്നൽ കൂട്ടുമോ? അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളവരെ അപമാനിക്കുന്ന രീതിയിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അതിലല്ലേ പാർട്ടി ക്ലാസ് നടത്തുന്നത്? ഇതൊക്കെ കാണുകയില്ല. അപ്പോൾ ഇത് എവിടെ പഠിക്കാനാണ്? അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഭരണത്തിലെ ചിലർ ഉണ്ടാക്കുന്ന അസ്വസ്ഥതകൾ ബാധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ തിരുവനന്തപുരം, ഞാൻ ഒരു ചെറിയ ഉദാഹരണം മാത്രം പറഞ്ഞു നിർത്താം. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു നേതാവ് പാർട്ടി വിട്ടു. ആ നേതാവ് പാർട്ടി വിട്ടതിനെ കുറിച്ച് ഇന്ന് പത്രസമ്മേളനം നടത്തി. ആനാവൂർ നാഗപ്പനും കടകംപള്ളി സുരേന്ദ്രനും വി ജോയിയും. മറ്റ് രണ്ടുപേരും പറഞ്ഞതല്ല കടകംപള്ളി പറഞ്ഞത്. എന്താണ്? ഒരു ക്ഷീണമുണ്ടായിന്ന്. അപ്പോൾ ഇപ്പോഴും പാർട്ടി തലപ്പത്ത് ഇന്നലെ ഈ പാർട്ടി വിട്ട നമ്മുടെ മംഗലപുരത്തെ പാർട്ടി വിട്ട ആ സുഹൃത്ത് പറഞ്ഞെന്താ വെച്ചാൽ ഞാൻ കടകംപള്ളിയുടെ ഒപ്പം നിന്നുകൊണ്ടാണെന്നാണ്. ഇന്ന് കടകംപള്ളി ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, പാർട്ടിക്ക് ക്ഷീണം സംഭവിച്ചെന്ന്. അപ്പോൾ പാർട്ടിക്ക് ചെറിയ ക്ഷീണമുണ്ടായെന്ന് കടകംപള്ളി പറയുമ്പോൾ മറ്റ് നേതാക്കളത് പറയുന്നില്ല. അപ്പോൾ നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഐക്യം ഉണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ ഈ പാർട്ടി എന്തുകൊണ്ട് ഇങ്ങനെ മാറിയെന്ന് ചിന്തിക്കണം. ഒരു ഏകീകൃത നയമില്ലാത്ത എന്തുകൊണ്ടെന്ന് ചിന്തിക്കണം. പാലക്കാട്ട് 4 നേതാക്കൾ 4 തരത്തിൽ പറഞ്ഞ് എന്തുകൊണ്ടെന്ന് ചിന്തിക്കണം. വെറുതെ ഒരു പെട്ടി വിവാദം ഉണ്ടാക്കി എന്തുകൊണ്ട് നാണം കെട്ടെന്ന് വിവരിക്കണം. എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് വന്നൊരാളെ പിറ്റേന്ന് സ്ഥാനാർത്ഥിയാക്കി വോട്ട് ചെയ്യൂ, ഞങ്ങൾ പഠിപ്പിച്ചതെല്ലാം മറന്നേക്കൂ എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം. ഇത് പാർട്ടി ചിന്തിച്ചില്ല, പക്ഷേ അണികൾ ചിന്തിച്ചു. അതുകൊണ്ടാണ് കരുനാഗപ്പള്ളിയിലെ വനിതാ നേതാവ് പറഞ്ഞത് ഞങ്ങൾ ഈ പാർട്ടിയുടെ കൊടി പിടിച്ചവരാണ് സഖാവേ എന്ന്. അങ്ങനെ കൊടി പിടിച്ചവർ രംഗത്തിറങ്ങുമ്പോൾ ഒന്നുകിൽ ആ കൊടി പിടിച്ചവർ ഈ പാർട്ടിയെ തിരുത്തിക്കും, അല്ലെങ്കിൽ കൊടി പിടിച്ചവർ പുറത്തു പോകും. അല്ലാണ്ട് പാർട്ടി നേതാക്കൾക്ക് പഴയ പോലെ ഇനി അണികളെ നിശബ്ദരാക്കിയിരിക്കാൻ പറ്റില്ല, അവരെ അടക്കിയിരിക്കാൻ പറ്റില്ല. ഇത് അണികൾ ഉണ്ടാക്കുന്ന വിപ്ലവം ഈ പാർട്ടിക്ക് കൂടുതൽ ദോഷമുണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശരി, അവിടെ ശ്രീ റെജി ലൂക്കോസ് കാണേണ്ട ഒരു കാര്യം, ഇവിടെ ശ്രീ ശ്രീകുമാർ ശരിയായി സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും ആശയപരമായ തർക്കത്തിന്റെ പേരിലല്ല ഈ കലഹം, പ്രത്യയശാസ്ത്ര സംവാദത്തിന്റെ പേരിലല്ല. പഴയതുപോലെ ഇടതുപക്ഷ ലൈനിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനം ചൂണ്ടിക്കാണിച്ചുള്ള പ്രശ്നവുമല്ല. ഇന്നിപ്പോൾ വി ജോയി അല്ലെങ്കിൽ CPM-ന്റെ ഔദ്യോഗിക നേതൃത്വം മംഗലപുരം ഏരിയ സെക്രട്ടറിക്കെതിരെ ഉന്നയിക്കുന്നത് അഴിമതി ആരോപണമാണ്. തിരിച്ച് അദ്ദേഹം ഉന്നയിക്കുന്നത് പാർട്ടിയെ ഉപയോഗിച്ച് ജില്ലാ സെക്രട്ടറി പൈസ ഉണ്ടാക്കി എന്നുള്ള ആരോപണമാണ്, സാമ്പത്തിക ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്ന ഒരു കാര്യം. ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചെങ്കൊടി പിടിച്ച വനിതകൾ തിരുത്തണം എന്നാവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മോശക്കാരായ, വളരെ സ്ത്രീകളോടക്കം മോശം സമീപനമുള്ള ആളുകൾ ഈ നേതൃത്വത്തിൽ ഉണ്ട്, അവരെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് വനിതകളായിട്ടുള്ള പാർട്ടി മെമ്പർമാർ പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആശയ അടിത്തറയുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യയശാസ്ത്ര മുഖംമൂടിയുള്ള ഒരു പ്രശ്നമേ അല്ല CPM-ൽ നടക്കുന്നത് എന്നുള്ളത് ഈ ഭരണത്തിൻ്റെ പുഴുക്കുത്തായി കാണാവുന്നതല്ലേ? ഇങ്ങനെ നിരന്തരമായ അധികാരം കിട്ടിയ ഒരു പാർട്ടിയായിരുന്നു പശ്ചിമ ബംഗാളിലെ പാർട്ടി. ആ പാർട്ടിയിൽ സംഭവിച്ചത് എന്താണ്? ഈ അധികാര കേന്ദ്രീകരണം ഈ പറഞ്ഞ ലോക്കൽ നേതാക്കളിലേക്ക് സംഭവിച്ചപ്പോൾ അവർ അധികാരികളാവുകയും ജനങ്ങൾ ഭരിക്കപ്പെടേണ്ട മനുഷ്യരാവുകയും പാർട്ടി സംവിധാനം വെച്ച് ജനങ്ങളെ ഭരിക്കുകയും ചെയ്തു, ജനങ്ങളെ വെറുപ്പിച്ചു. അത് തന്നെയല്ലേ കേരളത്തിലും സംഭവിക്കുന്നത് എന്ന ആശങ്ക സ്വാഭാവികമാണ്. അഭിലാഷേ, 2026 വീണ്ടും കേരളത്തിൽ ഇടതുപക്ഷ അധികാരത്തിൽ വരുന്നുള്ളവരെ ഏതാണ്ട് ഉറപ്പായ സാഹചര്യത്തിൽ, കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല. അത് പാലക്കാട് തെരഞ്ഞെടുപ്പ് വളരെ വ്യക്തമായിട്ട് തന്നെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ആ ഒരു സാഹചര്യത്തിൽ CPM-നെ എങ്ങനെയാണ് തകർത്ത് BJP-ക്ക് 4 സീറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഇവരെ പോലുള്ള ചില ആൾക്കാരുടെ കൂടെ മറുപടി പറയാനുള്ള സമയം എനിക്ക് അനുവദിക്കണം. കാരണം അവരെ സംസാരിച്ച് ഇടപെട്ടിട്ടില്ല. നിങ്ങളത് മനസ്സിലാക്കണം, കേരളത്തിലെ സംഘടനാ തലത്തിൽ ഈ പാർട്ടിയുടെ സംഘടനാ പിന്നെ ബ്രാഞ്ച് തലങ്ങളിലുള്ള സമ്മേളനങ്ങളും അതിൽ നടക്കുന്ന ചർച്ചകളും അവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ അതിനെക്കുറിച്ചൊരു ചുക്കും അറിയാത്തവരാണ് CPM പാർട്ടി കേരളത്തിൽ ഇല്ലാതായി. 1-2 സ്വാർത്ഥമോഹികൾ ഒരു കാരണമില്ലാതെ കൊണ്ട് പെരിഫറലായിട്ട് അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നടത്തിയ കാരണങ്ങൾ പറഞ്ഞ് അതിനെ കൊട്ടിഘോഷിക്കുന്നതനുസരിച്ച് നിങ്ങൾ ഈ വ്യാഖ്യാനങ്ങൾ നടത്തുന്നത്. 2 കാര്യങ്ങൾ എനിക്ക് പ്രധാനപ്പെട്ട പറയാനുണ്ട്. ഈ രാജ്യത്ത് ഈ പാർട്ടി ഇല്ലാതായിരുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പത്മനാഭ സാറിന് കേൾക്കണം, അതുപോലെ തന്നെ ശ്രീകുമാർ സാർ കേൾക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിച്ച കോൺഗ്രസിനെയല്ല, അത് ഇടതുപക്ഷ പാർട്ടികളാണ്, പ്രത്യേകിച്ച് CPM-നെയാണ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നരേന്ദ്രമോദിയുടെ ജീവിതത്തിൽ ഈ 10 വർഷത്തിനിടയിൽ അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങളോട്, കർഷകരോട് മാപ്പ് പറഞ്ഞ് ഒരു നിയമം അങ്ങോട്ട് പിൻവലിച്ച ഒരു നിയമം പിൻവലിച്ചു, കർഷക നിയമം. എന്താ കാരണം എന്നറിയോ? പഞ്ചാബിലെ ഹരിയാനയിലെ കർഷകര് 1 വർഷം 6 ദിവസം നടത്തിയ സമരത്തിന്റെ മുന്നണി പോരാളികളായിട്ട് അവർ ഏറ്റവും കൂടുതൽ പിടിച്ചു നിർത്തിയ കൊടിയാണെന്നറിയോ? അത് ചെങ്കൊടിയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തിലെ മുഴുവൻ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു. പ്രശസ്തമായിട്ടുള്ള മുംബൈ മാർച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ.
ഞങ്ങൾ ഇന്ത്യയിലെ ഒന്നാമത്തെ പാർട്ടിയാണെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടത്തിയ സേവനങ്ങളെ ഈ ശ്രീകുമാർ സാറെങ്കിലും അംഗീകരിക്കണം. കാരണം അവരുടെ നേതാവ് ബഹുമാനായ ഞങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, രാഹുൽ ഗാന്ധി, ഐ ലോസ്റ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് മരിച്ചുപോയി, എന്നെ ആശയപരമായ രീതിയിൽ ഉത്തേജിപ്പിക്കുന്നതിനും എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്ന നേതാവാണെന്ന് പറഞ്ഞു. എന്താ അതിന്റെ അദ്ദേഹം നൽകിയ പ്രൈസ് എന്താണ്? നിങ്ങളത് മനസ്സിലായി, ശ്രീകുമാർ സാർ കേൾക്കണം. എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്? അല്ലെങ്കിൽ നിങ്ങളുടെ നേതാവിന് നിങ്ങൾക്ക് തള്ളി പറയാൻ പറ്റുമോ? കാരണം എന്തുകൊണ്ടാ? കൺസിസ്റ്റൻസി ഇല്ലാതെ കണ്ട്, ജനാധിപത്യ ബോധം ഇല്ലാതെ കണ്ട് ലോകം ചുറ്റിയെടുത്ത് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളെ അത് ഇന്ത്യൻ ജനാധിപത്യം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കാര്യമായ രീതിയിൽ അദ്ദേഹത്തിനെ ഇൻസ്പയർ ചെയ്തൊരു നേതാവായിരുന്നു സീതാറാം യെച്ചൂരി. ആ ഭയം കൊണ്ടാണ് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി ഇന്ത്യ മുഴുവൻ നടന്ന് CPM-നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെ വിമർശിച്ചത്. അപ്പോൾ ഇനി കേരളത്തിലേക്ക് വരാം. കേരളത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ വാദഗതി ഉണ്ടല്ലോ, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാൽ നിങ്ങളിപ്പോൾ ഈ പാർട്ടിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ, ഒരു ചുക്കും നശിക്കുന്നില്ല. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ ഫലം എന്തായിരുന്നു? BJP-യുടെ 11,000 വോട്ട് കുറഞ്ഞു, ഞങ്ങളുടെ 682 കൂടി. എന്നാൽ ജയിച്ച സ്ഥാനാർത്ഥി എങ്ങനെ ജയിച്ചത്? നാണമില്ലേ ശ്രീകുമാർ സാറെ? ഞാൻ കണക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സാർ ഏറ്റവും ബഹുമാനായിട്ടുള്ള നിരീക്ഷകനല്ലേ. വൈരുദ്ധ്യങ്ങൾ, അതായത് രാഷ്ട്രീയപരമായ രീതിയിൽ ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റുന്ന തീവ്ര വർഗീയവാദികളായിട്ടുള്ള SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും അതുപോലെ തന്നെ വെൽഫെയർ ഫ്രണ്ട് ഉൾപ്പെടെ തൊട്ടടുത്തിരുന്നുകൊണ്ട് ലീഗ് അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ് നേടിയ ഒരു വിജയത്തെ ഇന്നിപ്പോൾ SDP പോലും വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളെ തള്ളി പറയരുതെന്ന് പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്ക് കേരളത്തിലെ CPM-നെ വിമർശിക്കാൻ എന്ത് അവകാശമുള്ളത്? ദാറ്റ്സ് മൈ സിമ്പിൾ ക്വസ്റ്റ്യൻ. നിങ്ങൾ ചേലക്കര എന്ത് പ്രഖ്യാപിച്ചു? നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ചേലക്കര ഞങ്ങൾ ജയിക്കും കണക്ക് വരെ പറഞ്ഞു. ചേലക്കര എന്ത് സംഭവിച്ചു? കോടിക്കണക്കിന് രൂപ നിങ്ങൾ ഒഴുക്കി. ചേലക്കരയിൽ വ്യക്തമായ കാര്യങ്ങൾ അറിയാം. കോടിക്കണക്കിന് രൂപ ചേലക്കര നിങ്ങൾ ഒഴുക്കി. അപവാദ പ്രചരണങ്ങൾ മുഴുവൻ നടത്തി. K. രാധാകൃഷ്ണനെ പോലെ പരിണിതപ്രജ്ഞനായ കേരളം ബഹുമാനിക്കുന്ന ഇപ്പോഴത്തെ MPയെ നിങ്ങൾ എന്തെല്ലാം രീതിയിൽ വ്യക്തിഗത എടുത്തവിടെ, എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ചേർക്കനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ കളവരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങൾ BJP-ക്ക് വേണ്ടിയിട്ടാണ് കളവരിക്കുന്നത്. നിങ്ങൾ കേരളത്തിലെ ഏതോ 1-2 കുലംകുത്തികൾ, ആ വാക്ക് ഞാൻ ഉപയോഗിക്കുക പോലെ 1-2 പേര് ഈ അക്കരെ പച്ച തേടി എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് തേടി കാശ് പോക്കറ്റ് ഇട്ടിട്ട് ഈ പാർട്ടിയെ ഒറ്റിക്കൊടുക്കുന്നവനെ, അവനാണ് കേരളത്തിൽ ആശയപരമായിട്ട് ഭിന്നിപ്പുണ്ടാക്കുന്നവൻ, അവനാണ് കേരളത്തിൽ CPM-നെ താർക്കാൻ ശ്രമിക്കുന്നവർ. CPM ആവപ്പെടെ പൊട്ടുന്ന പോലെ പൊട്ടിപ്പോയി. CPM ഒരു മൂലയ്ക്ക് ഒതുങ്ങിയതൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ശബ്ദിക്കുന്നത്? നിങ്ങൾ BJP-ക്ക് RSS-ന് വേണ്ടിയാണ് ശബ്ദിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കത്തില്ല. അതിന്റെ തെളിവാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. ഞങ്ങളവിടെ 3-ാം സ്ഥാനത്തായിരുന്നു. ഇന്നും ഞങ്ങൾ അവിടെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയത്. എവിടെ പോയി നിങ്ങളുടെ വോട്ടുകൾ? അല്ലെ, നിങ്ങൾ ആരോട് വോട്ട് വാങ്ങിച്ചു? BJP-യുടെ ബഹുമാനപ്പെട്ട പത്മനാഭൻ സാർ പറഞ്ഞത് നിങ്ങളുടെ 11,000 വോട്ട് അവിടെ പോയി. എങ്ങോട്ട് പോയി? നിങ്ങൾ കച്ചവടം ചെയ്തതല്ലേ? പാലക്കാട്ടെ സാമ്പത്തിക അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ചും പാലക്കാട് വിതരണം ചെയ്ത പണത്തെക്കുറിച്ചും BJP-യുടെ സമന്വിതരായ KS രാധാകൃഷ്ണൻ ഒരു YouTube ചാനലിൽ പറഞ്ഞു. ഞാൻ ഇന്നലെ കേട്ടതാ, കണക്ക് പുള്ളിയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. പൈസ കൊടുത്ത് വോട്ട് മേടിച്ച് കോൺഗ്രസ് SDP-യുടെയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയെ പോലുള്ള തീവ്ര വർഗീയവാദികൾ ഇന്ത്യ ഇസ്ലാമിക രാഷ്ട്രമാണെന്ന് പറഞ്ഞ് SDP-യുടെ തോളത്തെ കയ്യിലിട്ടുണ്ട് നടന്നപ്പോൾ മാതൃഭൂമി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ചോദിച്ചു ആ സ്ഥാനാർത്ഥിയോട്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയോട്, വോട്ടെടുപ്പിന് തലേന്റെ തലേദിവസം എന്താ ചോദിച്ചേ? താങ്കൾക്ക് വർഗീയ കക്ഷികളുടെ വോട്ട് വേണ്ട, SDP-യുടെ വോട്ട് വേണമെന്ന് പറയാൻ തന്റെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ബെബ്ബ അടിക്കുമായിരുന്നു. കേരളം മുഴുവൻ അത് കണ്ടു. നിങ്ങൾ ആരുടെ പ്രതിനിധിയാണ് ജയിപ്പിച്ചോട്ടെ? നിങ്ങൾ തീവ്ര വർഗീയവാദികളുടെയും ഒരിക്കലും പൊരുത്തപ്പെടാൻ പറ്റുന്നത് കേരള ജനത അംഗീകരിക്കാത്തവരുടെ വോട്ട് നേടിയല്ലേ നിങ്ങളുടെ ജനപ്രതിനിധി അവിടെ പോയി ഇരിക്കാൻ പോകുന്നത്, നിയമസഭയിൽ പോയി ഇരിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ലജ്ജയില്ലേ CPM തകർന്നു പറയാനായിട്ട്? ആട്ടെ, ഇനി നിങ്ങളുടെ പാർട്ടിയെ കുറിച്ച് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആരാണ്? ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറഞ്ഞ ആളല്ലേ? ഇതൊക്കെ പഴകി ഒരുപാട് തവണ പറഞ്ഞ കാര്യങ്ങളാണ്. ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ ഇത് ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളാണ്. ശ്രീ റെജി ലൂക്കോസ്, ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ VP ശ്രീപത്മനാഭൻ, കേരളം ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് CPM-ന്റെ സംഘടനാ സമ്മേളനങ്ങൾ നടക്കുന്നത്. ഇപ്പോ നേതാക്കൾ ഒരു പാർട്ടിയിൽ നിന്നും മറു പാർട്ടിയിലേക്ക് പോകുന്നത് സ്വാഭാവികമായി ജനാധിപത്യത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ശ്രീ റെജി ലൂക്കോസ്. ഇത് എല്ലാ ദിവസവും ഈ ടേപ്പ് റെക്കോർഡിൽ ഒരേ പാട്ട് പാടിക്കുന്നത് പോലെ എപ്പോഴും പറയണമെന്നില്ല. നമ്മൾ എല്ലാ ചർച്ചയിലും പറയുന്ന കാര്യമല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഇപ്പോ അങ്ങനെ ഒരു ഒരേ രീതിയിലുള്ള വിമർശനങ്ങൾ, ഒരേ രീതിയിലുള്ള ടേപ്പ് റെക്കോർഡർ നിങ്ങളാ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആവട്ടെ, ശരി, അല്ലാതെ പറഞ്ഞു കഴിഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പെടുന്നത് 5 നൂറ്റാണ്ട് മുമ്പല്ല. ശരി, അത് പറഞ്ഞു കഴിഞ്ഞല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. എല്ലാ ദിവസവും ഇതേ കാര്യം തന്നെ പറയണമെന്നില്ല. ബംഗ്ലാദേശിന്റെ കാര്യം പറയണോ? ശരി, ഓക്കെ, ആവട്ടെ. എല്ലാ ദിവസവും ആര് പറയുന്നു? ഇനി മറ്റുള്ളവർക്ക് കൂടി പറയാൻ അവസരം കൊടുക്കും സാർ. എല്ലാവർക്കും ഈ ചർച്ചയിൽ അവരുടെ അഭിപ്രായം പറയണ്ടേ? അത്രേ ഉള്ളൂ. താങ്കൾ പറഞ്ഞു, ഓക്കെ, താങ്കൾക്ക് പറയാനുള്ള കാര്യം താങ്കൾ പറഞ്ഞല്ലോ. പാർട്ടിയെ തകർത്ത്
എന്തെങ്കിലും BJP-ക്ക് ബെടമുണ്ടോ എന്ന് റിസർച്ച് നടത്തുന്നവർക്ക് നിങ്ങൾ സമയം കൊടുക്കുന്നില്ലേ? ശരി, ഞങ്ങൾ പറഞ്ഞ വസ്തുതകൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് പൊള്ളുന്നത്? ഇതല്ലേ വസ്തുത കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ശരി, ഇതല്ലേ സത്യം കേരളത്തിൽ നടക്കുന്നത്? ശരി, അതിനെ നിഷേധിക്കാൻ ഓരോ ആളുകൾക്ക് അവരവരുടേതായ സത്യങ്ങളാണ്. അവിടെ പോയി കണ്ടതല്ലേ വസ്തുതകൾ മുഴുവനും? ഓരോരുത്തർക്കും അവരവരുടേതായ വസ്തുതകളാണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ ലോകത്തെ ലോകം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ആവട്ടെന്ന്. ആയിക്കോട്ടെ, ഇനി അടുത്ത ആളുകളും കൂടി അവസരം കൊടുക്കാം. ടേപ്പ് റെക്കോർഡ് പോലെ സംസാരിക്കുന്നുള്ളൂ, അങ്ങനെയൊന്നും പറയരുത്. അതൊക്കെ നിങ്ങളുടെ മാധ്യമങ്ങളെ കുറിച്ച് KS രാധാകൃഷ്ണൻ സാർ പറഞ്ഞത് ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. KS രാധാകൃഷ്ണനാണോ അങ്ങയുടെ ആത്മീയ ഗുരു? ഒരു ഫോട്ടോ വീട്ടിൽ വെക്കൂ, അല്ലെങ്കിൽ പേഴ്സിൽ വെക്കൂ. ആവട്ടെ, ശരി. ശ്രീ VP ശ്രീപത്മനാഭൻ, ഇവിടെ ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പ് കാലം സമാഗതമാകുന്നു എന്ന സാഹചര്യത്തിലാണ് നമ്മൾ ഈ സമ്മേളനങ്ങളെ കാണേണ്ടത് എങ്കിൽ CPM ഒരു തിരുത്തൽ പ്രക്രിയയിലേക്ക് കടക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ക്ഷീണം ആ പാർട്ടിക്ക് സംഭവിച്ചു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഒരിടത്ത് വിജയിക്കാൻ CPM-ന് സാധിച്ചു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ സംഘടനാ സംവിധാനങ്ങളിൽ ആര് വരുന്നു എന്നുള്ളതിനപ്പുറത്ത് രാഷ്ട്രീയമായി കൂടി ആ പാർട്ടിയെ സുഘടിതമായി നിർത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിന് മുൻകാലങ്ങളിലുള്ള ഒരു സമ്മേളനം എന്നുള്ള നിലയിൽ നോക്കിയാൽ ഈ സമ്മേളനം കഴിഞ്ഞ് വരുമ്പോൾ രാഷ്ട്രീയമായി കൃത്യമായ ഒരു ലൈൻ രൂപീകരിച്ച് അടുത്ത 1.5 വർഷത്തേക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് വേണ്ട ആ ഒരു തലത്തിലേക്ക് CPM എത്തും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അതോ ആശയക്കുഴപ്പം ഉണ്ടാവുമോ? എവിടെ നിൽക്കണം, എങ്ങനെ ചാടണം എന്നുള്ള കാര്യത്തിൽ? അല്ല, തെരഞ്ഞെടുപ്പുകളെ ജയിപ്പിക്കുന്നത് ഈ പറഞ്ഞ പോലെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ബലം കൊണ്ടോ അല്ലെങ്കിൽ കാഴ്ചപ്പാടിൻ്റെ ബലം കൊണ്ടോ അവർ കേരളത്തിന് വാഗ്ദാനം ചെയ്യുന്ന വലിയ വലിയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലൊന്നും അല്ലല്ലോ. ഇവിടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ ആളുകൾ എങ്ങനെ ജയിക്കുന്നത്? ഇവിടത്തെ കുറേ സാമുദായിക സംഘടനകൾ, ജാതി സംഘടനകൾ, മതസംഘടനകൾ, ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് കാലമായി തീവ്രവാദ സംഘടനകൾ വരെ തെരഞ്ഞെടുപ്പിലെ വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട്. ഈ പാർട്ടികളെ എന്താ പറയുക, ഈ സംവിധാനങ്ങളെയൊക്കെ നന്നായിട്ട് ആർക്കാണ് മാനേജ് ചെയ്യാൻ പറ്റുക? ആ മാനേജ് ചെയ്യുന്നവർക്കാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കുക. ഇപ്പോൾ 2021 UDF-ന് വീണ്ടും അധികാരം ലഭിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ LDF തന്നെ വീണ്ടും അധികാരത്തിൽ വരാനുണ്ടായ ഒരു കാരണം LDF ഈ വക സംവിധാനങ്ങളെയൊക്കെ നന്നായി മാനേജ് ചെയ്തുകൊണ്ടതാണ്. കേരളത്തിലെ മുസ്ലിം സംഘടനകളെ എനിക്കതിൽ പറയുന്നതിന് യാതൊരു മടിയില്ല. ജമാഅത്തെ ഇസ്ലാമിയെ, SDPI ഇങ്ങനത്തെ സംഘടനകളെയൊക്കെ നന്നായി മാനേജ് ചെയ്തത് LDF ആണ്. അതാണ് അവർക്ക് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വരാൻ സാധിച്ചത്. ഈ പറഞ്ഞ പാർട്ടികൾ UDF അനുകൂല സമീപനമാണ് സ്വീകരിച്ചത്. അതെ, അതുകൊണ്ടാണ് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDF-ന് കൂടുതൽ സീറ്റ് കിട്ടാൻ കാരണം. ഇപ്പം ഇതൊക്കെ ഈ ആൾക്കാരൊക്കെ തന്നെ വിളിച്ചു പറഞ്ഞല്ലോ. ഈ സംഘടനകളുടെ ആൾക്കാർ തന്നെ പത്രസമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞല്ലോ, ഞങ്ങളോട് ഇന്ന ആൾക്കാർ ഇന്ന തെരഞ്ഞെടുപ്പിൽ പിന്തുണ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന്. ഇവർക്കാർക്കും നിഷേധിക്കാനൊന്നും പറ്റില്ല. അപ്പം അതൊക്കെ മാനേജ്മെൻറ്റിൻ്റെ കഴിവിലാണ് തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതും തോൽക്കുന്നതൊക്കെ. പക്ഷേ അതുകൊണ്ടൊന്നും ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സംവിധാനം, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അധികകാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇതൊക്കെ കുറച്ചു കാലമൊക്കെ ഈ സംവിധാനം വെച്ചിട്ട് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥ തന്നെ ഒരു പാഠമാണ്. എങ്ങനെയാണ് കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയിൽ ഇത്രയും കാലം തുടർച്ചയായി ഭരിക്കാൻ സാധിച്ചത്? കോൺഗ്രസ്സിന് ഇത്തരത്തിലുള്ള ശക്തികളൊക്കെ നന്നായി മാനേജ് ചെയ്യാൻ സാധിച്ചു. ഇന്ന് അതിലും ബുദ്ധിപരമായി, അല്ലെങ്കിൽ അതിലും എന്താ പറയുക, സ്മാർട്ടായി, ഇപ്പോൾ സ്മാർട്ട് എന്ന വാക്ക് ഉപയോഗിക്കുക, സ്മാർട്ടായി സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്ന BJP വളർന്നു വന്നു. BJPയുടെ ഇന്ത്യയിലെ വളർച്ചയും വിജയത്തിന് പിന്നിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്, അതിനൊരു തർക്കമില്ല. അപ്പം നല്ല രീതിയിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്ന വേറൊരു പാർട്ടി BJP വളർന്നു വന്നപ്പോൾ കോൺഗ്രസ് സ്ഥിരമായി പരാജയപ്പെടാൻ തുടങ്ങി. അവരല്ലാതെ വേറെ ആരുമില്ലാതിരുന്ന പല സംസ്ഥാനത്തും ഇപ്പോൾ 0 സീറ്റൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് മാനേജ്മെൻറ്റിന് എലക്ഷൻ ജയിക്കുന്നതും തോൽക്കുന്നതും ബെറ്റർ മാനേജർ, ഹൂ ഈസ് ദി ബെറ്റർ മാനേജർ ഹി വിൻസ്, അതാണ്. അപ്പോൾ അതിനെ നിങ്ങൾ ഈ പ്രത്യയശാസ്ത്രമായിട്ടൊന്നും കൂട്ടിക്കിഴക്കണ്ട. പക്ഷേ ഈ ആൾക്കാരൊക്കെ മാനേജ് ചെയ്ത് ഈ ആൾക്കാരുടെയൊക്കെ പിന്തുണ കൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ കൊണ്ടുപോകാൻ ശേഷിയുള്ള നേതാക്കന്മാരും സംവിധാനങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അത് മുന്നോട്ട് പോകും. ഇന്ദിരാഗാന്ധിക്ക് സാധിച്ചിരുന്നു, ഒരു പരിധിവരെ നരസിംഹറാവുവിന് സാധിച്ചിരുന്നു, രാജീവ് ഗാന്ധിക്ക് സാധിച്ചിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന് നേതൃത്വം കൊടുക്കുന്നവർക്ക് അതൊന്നും സാധിക്കുന്നില്ല. അവരതിനുള്ള ശേഷിയും കഴിവുമില്ലാത്ത ആൾക്കാരാണ്.
ആ കൂട്ടത്തിൽ ശേഷിയും കഴിവുള്ള ശരത് പവാർ വന്ധ്യവയോധകനായി ഏതാണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന് ഔട്ടാവാനായി. അപ്പോൾ അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പരാജയം സംഭവിച്ചത്. CPM-ൽ ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന നല്ലൊരു മാനേജറുണ്ട്. അദ്ദേഹം നല്ല മാനേജ്മെൻറ്റ് വിദഗ്ധനാണ് ഈ വക കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വം ഉള്ളിടത്തോളം കാലം ഇതൊക്കെ നന്നായി മാനേജ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് കണ്ടറിയേണ്ടതാണ്. അടിസ്ഥാനപരമായി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അധികാരം മുന്നോട്ട് പോവില്ല. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരു ജനാധിപത്യവും ഇല്ല. ഞാനിപ്പോൾ PSN ഇവിടെ വലിയ വർത്തമാനമൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആഗോളതലമൊക്കെ പറയണ്ടല്ലോ, ആരായിരുന്നു സോവിയറ്റ് യൂണിയനിലെ പ്രതിപക്ഷ നേതാവ്? ഞാനൊന്നും ആരെ കേട്ടിട്ടില്ല. ആരായിരുന്നു പോളണ്ടിലെയും ഹംഗറിയിലെയും കിഴക്കൻ ജർമ്മനിയിലെയൊക്കെ പ്രതിപക്ഷ നേതാവ്? ആരാണ് ഇപ്പോൾ ചൈനയിലെ പ്രതിപക്ഷ നേതാവ്, ക്യൂബയിലെ പ്രതിപക്ഷ നേതാവ്? പിന്നെ അമ്മാവനെ കൊന്ന് മുതലക്കിട്ട് കൊടുക്കുന്ന ഒരു വിദ്വാനുണ്ടല്ലോ, നോർത്ത് കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉങ്. അവിടെ പിന്നെ പ്രതിപക്ഷ ശബ്ദത്തിന് പോലും പ്രസക്തിയില്ലല്ലോ. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് മൾട്ടി പാർട്ടി സിസ്റ്റത്തിലോ ജനാധിപത്യത്തിലോ എതിരഭിപ്രായത്തിലോ ഒന്നും താല്പര്യമില്ല. അതൊന്നും നിങ്ങൾ വെച്ച് പൊറപ്പിക്കുകയില്ല. ഇവിടെ അത് ചിലവാകാത്തത് കൊണ്ടാണ് ഇത് ഇത്രയും കാലം മുന്നോട്ട് പോയത്. ഇനിയിപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ പറയാം. 97-ൽ ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി പശ്ചിമ ബംഗാൾ അസംബ്ലിയിൽ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞിട്ടുണ്ട്. അതായത് 74-ന് ശേഷം പശ്ചിമ ബംഗാളിലെ രാഷ്ട്രീയ അക്രമങ്ങളിൽ മരിച്ചത് 55,000 ആൾക്കാരാണ്. 55,000 പശ്ചിമ ബംഗാളിൽ രാഷ്ട്രീയ അക്രമങ്ങളിൽ മരണപ്പെട്ട സംഖ്യ 997-ലെ നിയമസഭയിൽ, പശ്ചിമ ബംഗാൾ നിയമസഭയിൽ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന പിന്നീട് മുഖ്യമന്ത്രിയായ ബുദ്ധദേവ് ഭട്ടാചാര്യ പറഞ്ഞത് 55,000 ആണ്. 55,000. ഇപ്പോൾ കണ്ണൂരിലൊക്കെ നടന്ന അക്രമമൊക്കെ അക്രമമാണോ ആ കണക്കിൽ? അപ്പോൾ ബേസിക്കലി നിങ്ങൾ എതിരഭിപ്രായമൊന്നും വെച്ച് പൊറുപ്പിക്കാറില്ല. ഇവിടെ അത് നടക്കാത്തത് കൊണ്ടാണ്. കുറേ കാലം നിങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതൊന്നും നടക്കാത്ത ഒരു സാഹചര്യമുള്ളത് കൊണ്ട്, അത് സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പ്രതിപക്ഷത്തെ സഹിക്കുകയാണ്. ബംഗാളിൽ നിങ്ങൾ ഇല്ലാണ്ടാക്കാൻ നോക്കിയിരുന്നു, അതൊന്നും നടന്നില്ല. ഇപ്പം നിങ്ങൾ സഹിക്കുകയാണ്. കാരണം ഇന്ത്യയിൽ സഹിച്ചേ പറ്റൂ പ്രതിപക്ഷത്തെ, എതിരഭിപ്രായത്തെ. അതുകൊണ്ട് വലിയ വർത്താനമൊന്നും പറയണ്ട, ആഗോളവും മനുഷ്യ സ്നേഹമൊന്നും പറയണ്ട. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പല ചോദ്യങ്ങളും ചോദിക്കേണ്ടി വരും. സ്റ്റാലിൻ കൊന്നു കുഴിച്ചുമൂടിയ ആൾക്കാരെയും പോൾപോട്ട് കൊന്നു കുഴിച്ചുമൂടിയ ആൾക്കാരെ പറ്റിയൊക്കെ ചോദിക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോണ്ട. ഇമ്രി നാഗിയെ കൊന്നിട്ട് ആളുകൾ മൺപാത്രം ഉണ്ടാക്കാൻ മണ്ണെടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടുന്ന ഹംഗറിയിൽ. എന്താ വെച്ചാൽ പിന്നെ ആ ശവശരീരത്തും അത് ദ്രവിച്ചു പോയ മണ്ണ് പോലും കിട്ടരുത്, അത് മൺപാത്രം ഉണ്ടാക്കി പോകണം എന്നുള്ളത് കൊണ്ട്. ഇപ്പം പഴയ കഥയൊന്നും പറയിപ്പിക്കണ്ട. അതുകൊണ്ട് കമ്മ്യൂണിസത്തെ ഒന്നും പാടി പുറത്തൊന്നും വേണ്ട. അതൊക്കെ നമ്മളൊക്കെ പുസ്തകം വായിക്കുന്നവരാണ്, നമ്മളൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നവരാണ്, ഇതൊക്കെ മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് എന്താ പറയാ, ഇന്നെവിറ്റബിൾ എന്താണ് തകർച്ച അത് കാത്തിരിക്കുകയാണ് കേരളത്തിലും. അത് അല്പ വർഷത്തിനുള്ളിൽ സംഭവിക്കും. ശരി, നമുക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. ചർച്ച അവസാന ഘട്ടത്തിലേക്കാണ്. ശ്രീ NM പിയേഴ്സൺ, ഇപ്പോൾ CPM-ന്റെ ഈ സമ്മേളനങ്ങളിൽ ആര് പാർട്ടി പിടിക്കും, ആരെങ്കിലും നിഷ്കാസനം ചെയ്യപ്പെടുമോ തുടങ്ങിയ ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. കാരണം ആ തരത്തിലുള്ള ഒരു നീക്കവും CPM പാർട്ടിയിൽ ഇപ്പോൾ നടക്കുന്നില്ല. മുൻകാല സമ്മേളനങ്ങളിലേതുപോലെ ജില്ലാ സമ്മേളനം മുതൽ മുകളിലേക്ക് വോട്ടിനിട്ട് ഏതെങ്കിലും ഒരു പക്ഷം ആ കമ്മിറ്റി പിടിക്കുക എന്ന കാര്യവും ഉദിക്കുന്നില്ല. അപ്പോൾ ഈ രാഷ്ട്രീയ നയത്തിൻ്റെയും സമീപനത്തിൻ്റെയും കാര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതിനപ്പുറത്ത് CPM സമ്മേളനങ്ങളിൽ എന്തെങ്കിലും കൗതുകം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? അല്ല, CPM സമ്മേളനങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ CPM സമ്മേളനങ്ങളുടെ ഇന്നത്തെ ഒരു സമകാലിക സ്വഭാവം എന്ന് പറയുന്നത് അത് അധികാരത്തിലും പണത്തിലും കേന്ദ്രീകൃതമായിരിക്കുന്ന ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ പ്രവർത്തനമായിട്ട് മാറിത്തീരുകയാണ് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നത് ശരിയായിരിക്കാം, മാനേജ്മെൻറ്റ് പ്രവർത്തനമായിരിക്കാം, നല്ല മാനേജറുള്ള പാർട്ടികളൊക്കെ ചിലപ്പോൾ ജയിച്ചിരിക്കാം. പക്ഷേ നമ്മൾ CPM-ൻ്റെ ഒരു സമ്മേളനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ആ CPM-ൻ്റെ സമ്മേളനത്തിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അതൊട്ടും തന്നെ ചർച്ച ചെയ്യുന്നില്ല എന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അധികാരത്തിൻ്റെ പ്രശ്നമാണ്, പണത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ പണത്തിനോടും അധികാരത്തിനുള്ള ആർത്തിയുടെ അടിസ്ഥാനത്തിൽ നേതൃത്വമല്ലാത്ത തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് കമ്മ്യൂണിസത്തിൻ്റെയോ മാർക്സിസത്തിൻ്റെ പ്രശ്നമല്ല ശരിക്കും പറഞ്ഞു. അതുകൊണ്ടാണ് പന്മനാഭൻ മാസ്റ്റർ സംസാരിച്ചപ്പോൾ നമ്മൾ സൂചിപ്പിച്ചത്. കാരണം വെച്ചാൽ അത് വേറൊരു വിഷയമാണ്. ഇവിടെ നടക്കുന്നത് അതൊന്നും അല്ലല്ലോ, നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യമാണ്. ഇവിടെ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വിഷയങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം പോലും ഇല്ലാത്ത, ധാർമ്മികതയില്ലാത്ത ഒരവസ്ഥയാണ്. ഇന്ന് BJP-യിൽ നിൽക്കുന്ന ഒരാൾ നാളെ കോൺഗ്രസിൽ പോകുന്നു, ഇന്ന് CPM-ൽ നിൽക്കുന്ന ഒരാൾ നാളെ BJP-യിൽ പോകുന്നു.
അതുപോലെ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്കും കോൺഗ്രസിൽ ബി ജെ പിയിലേക്കും ഒക്കെ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദിവസവും മാറാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? എന്തിനാണ് ഈ മാറ്റം? ഈ മാറ്റം എന്ന് പറഞ്ഞാൽ അവർക്ക് അധികാരം കിട്ടുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ അധികാര കൈമാറ്റത്തിന് വേണ്ടി മാത്രമുള്ളതായിട്ടുള്ള തർക്കങ്ങളായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സമ്മേളനം, ആ സമ്മേളനത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആ സമ്മേളനത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ആ സമ്മേളനത്തിനകത്ത് പ്രത്യയശാസ്ത്രപരമായ എന്തെങ്കിലും വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന സാമൂഹ്യ അവസ്ഥയിൽ സി പി എമ്മിൻ്റെ റോൾ എന്ന് പറയുന്നത് എന്താണ്, സഹാക്കളുടെ റോൾ എന്തായിരിക്കണം, നേതാക്കളുടെ റോൾ എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെങ്കിൽ മാത്രമേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അല്ലെങ്കിൽ ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയില്ലെന്നാണ് ഞാൻ പറയുന്നത്. അധികാരത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതായിട്ടുള്ള പാർട്ടികളെക്കുറിച്ച് ആളിലിരുന്ന് ചർച്ച ചെയ്യുന്നതിന് അവരിങ്ങോട്ടും ഇങ്ങോട്ടും മാറട്ടെ. കുറേ കാലങ്ങൾക്ക് ഇന്ത്യയിലെ ആയാറാം ഗയാറാം എന്ന് പറയുന്നത് നമ്മുടെ മുദ്രാവാക്യമായിരുന്നു. ഇന്നൊരു പാർട്ടിയിൽ നിൽക്കും, വൈകുന്നേരം വേറെ പാർട്ടിയിൽ നിൽക്കും, നേരം വെളുക്കും വേറെ പാർട്ടിയിൽ നിൽക്കും. ഇതിനെയൊക്കെ അംഗീകരിക്കുന്ന ഒരു സാമൂഹ്യ അവസ്ഥയുണ്ടായിരുന്നു. ആ അവസ്ഥയിലേക്ക് കേരളം മാറിയാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ എന്ന് പറയുന്ന രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് എന്താണ് എന്ന് തലയിൽ കൈവച്ച് ചർച്ച ചെയ്യാം എന്നല്ലാണ്ട് മറ്റെന്തെങ്കിലും സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അപ്പം അതിനെ ഒരിക്കലും നമ്മൾ ന്യായീകരിക്കാൻ പറ്റില്ല. അതൊന്നും ജനാധിപത്യമല്ല, വൃത്തികെട്ട രാഷ്ട്രീയമാണത്. അധികാരത്തിൻ്റെ രാഷ്ട്രീയമാണ്, അഴിമതിയുടെ രാഷ്ട്രീയമാണ്, പണത്തിൻ്റെ അത്തരത്തിലുള്ള പവറുകളുടെ രാഷ്ട്രീയമാണ്. അതിനെ ജനങ്ങൾ അംഗീകരിക്കേണ്ട കാര്യമില്ല എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. ശരി, അവസാനത്തെ ഒരു മിനിറ്റ് റെജി ലൂക്കോസ്, പെട്ടെന്ന് എന്തെങ്കിലും ഇപ്പോൾ താങ്കളുടെ പാർട്ടിക്കെതിരെയാണ് വിമർശനം എന്നുള്ളതുകൊണ്ട്. അല്ല അഭിലാഷ്, ഇത്രയേ ഉള്ളൂ. അതായത് സി പി എമ്മിനെ നന്നാക്കാനായിട്ടുള്ള കുറെ ആളുകളുടെ മെനക്കെടല് ഇതിപ്പോ ഇന്നലെ മിനിയാൻ തുടങ്ങിയതല്ല. 2021 മുമ്പ് ഇവർ നന്നാക്കാനായിട്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തി. കേരളത്തിലെ ജനങ്ങൾ 8 സീറ്റ് അധികം നൽകി നന്നാക്കി. 2026 തൊട്ട് മുമ്പ്, ഒരു വർഷം മുമ്പ് അവർ വീണ്ടും നന്നാക്കാൻ ഇറക്കിയിട്ടുണ്ട്. സി പി എമ്മിനകത്ത് എന്തോ തെരുകളെന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. സി പി എം എന്ന് പറയുന്ന പാർട്ടി ഞങ്ങളുടെ സംഘടനാ സംവിധാനങ്ങളെല്ലാം തെരഞ്ഞെടുപ്പുകൾ നടത്തി, സമ്മേളനങ്ങൾ നടത്തി, പിന്നെ പാർട്ടി കോൺഗ്രസ് വരെ അത് സുഖമായിട്ട് പോകും. നിങ്ങളിങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കും, കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ ബോറടിക്കും. 2026 ഈ വർഗീയവാദികളെ പിന്തുണയ്ക്കുന്നവരെ നാണം കെടുത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ സെഞ്ചുറി അടിച്ച് സീറ്റുമായിട്ട് സി പി എമ്മിനെ തിരികെ കൊണ്ടുവരും. ഇതാണ് കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഇനിയിപ്പോ എത്ര നന്നാക്കാൻ ഇറങ്ങിയാലും. ഹലോ ശ്രീകുമാർ പറഞ്ഞോളൂ. അതായത് നോക്കൂ അഭിലാഷ്, ഞാൻ ഇന്നത്തെ ഒരു ഉദാഹരണം മാത്രം പറയാം. ശരി, ആര് ശ്രമിച്ചാലും സി പി എമ്മിനെ തകർക്കാൻ പറ്റില്ല എന്നുള്ളതാണ് റെജി ലൂക്കോസ് ഞാൻ മനസ്സിലാക്കുന്നത്. അവസാനത്തെ 30 സെക്കൻഡാണ് ശശികുമാറിന് ഒരു അവസരം, പെട്ടെന്ന്. നോക്കൂ അഭിലാഷ, ഞാൻ ഇന്നത്തെ കാര്യം ഞാൻ പറയാം. ഇവർ ഈ നയവും പ്രത്യയശാസ്ത്രമൊക്കെ പറയുന്നില്ലേ? ആലപ്പുഴ ജില്ലയിലും കുട്ടനാട്ടിലൊക്കെയാണല്ലോ കൂടുതൽ വിഭാഗീയത സി പി എം നടക്കുന്നത്. ഇന്ന് ഊരിക്കരിയിലെ ഒരു സഹകരണ ബാങ്കിൽ സി പി എം ബി ജെ പിയുമായിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് അവരെ സീറ്റ് ഷെയർ ചെയ്തു. കോൺഗ്രസ് അതിൽ കൂട്ടിയേർന്നു എന്ന് ഞാൻ കേട്ടു. അത് കോൺഗ്രസ് തീരുമാനിക്കും. പക്ഷേ അവിടെ സി പി എം മാറ്റി നിർത്തി. സി പി എമ്മിനെതിരെ മത്സരിക്കുക. ഇതാണ് സി പി എമ്മിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയത്തിന് ആരാണ് വളം വെച്ചു കൊടുത്തത്? ഒരു സഹകരണ ബാങ്കിലെ ഒരു പ്രാദേശിക ഘടകത്തിന് ബി ജെ പിയുമായിട്ട് സഖ്യം തീരുമാനിക്കാൻ അവകാശമുണ്ടോ? അങ്ങനെ സി പി എം എത്തി. അപ്പൊ പിന്നെ അണികൾ നയം പ്രഖ്യാപിക്കും, അണികൾ സ്വയം തീരുമാനമെടുക്കും. സി പി എം മാത്രമാണോ ബി ജെ പി? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. സി പി എമ്മും കോൺഗ്രസും ബി ജെ പി കോൺഗ്രസിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. അവിടെ ഭരിക്കുന്ന ഇടതുമുന്നണിയാണ്. ശരി, അതല്ല അഭിലാഷ, അതല്ല. അവിടെ ഭരിക്കുന്ന ഇടതുമുന്നണിയാണ്. ആ ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത്. അവിടെ ഇടതുമുന്നണിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാം. എന്നിട്ട് എന്തുകൊണ്ട് സി പി ഐ സംഘടനാ സമ്മേളനങ്ങൾ പുരോഗമിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക? ഇത് ഒരു ശുദ്ധീകരണം, ഒരു ഉടച്ചുവാർക്കലായി മാറുമോ എന്നറിയാനാണ് കേരളവും കാത്തിരിക്കുന്നത്. വളരെ നന്ദി എൻ്റെ എല്ലാ പാനലിസ്റ്റുകൾക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.